സമയമാണ്. ഇന്ന് കടന്നു വന്നിരിക്കുന്ന വേദിയിലായിരിക്കുന്ന എല്ലാ ദേവദാസന്മാർ, സദസ്സിലായിരിക്കുന്ന ദേവദാസന്മാർ, ഇന്ന് കടന്നു വന്നിരിക്കുന്ന എല്ലാവർക്കും കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. കർത്താവ് നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കുമാറാകട്ടെ. തുടർന്ന് നമുക്ക് ദൈവവചന കേൾവിയുടെ സമയമാണ്. ഇന്ന് ദൈവവചനം സംസാരിക്കുവാൻ ക്ഷണം സ്വീകരിച്ച് കടന്നു വന്നിരിക്കുന്നത് പാസ്റ്റർ മാത്യു കെ വർഗീസ് അവർകളാണ്. പോലീസ് മത്തായി എന്നാണ് പ്രിയ ദേവദാസൻ അറിയപ്പെടുന്നത്. ദേവദാസൻ തക്ക സമയത്ത് കടന്നു വന്നു. പ്രിയ ദേവദാസനെ ഈ ദൈവസഭയിലേക്ക് ദൈവനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. നമുക്ക് വളരെ പ്രാർത്ഥനയോടെ ആയിരിക്കാം. തുടർന്നുള്ള സമയം ശുശ്രൂഷയ്ക്ക് വേണ്ടി പ്രിയ ദേവദാസനെ ക്ഷണിച്ചുകൊള്ളുന്നു. നമുക്ക് വളരെ പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കാം. Praise the Lord. Praise the Lord. Praise the Lord. കർത്താവിൻ്റെ ധന്യവും മാതിരിമേറിയ നാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. PMG ചർച്ചിനോടുള്ള ബന്ധത്തിൽ ഇവിടെ നടക്കുന്ന ഉപവാസ പ്രാർത്ഥനയിൽ ഒരു പ്രാവശ്യം കൂടെ കടന്നു വരുവാൻ ദൈവം ഒരുക്കിയ ഇന്നലെ അവസരത്തിനായി കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. കടന്നു വന്നിരിക്കുന്ന എല്ലാ മാതാപിതാക്കൾക്കും സഹോദരീ സഹോദരന്മാർക്കും കുഞ്ഞുങ്ങൾക്കും അനുഗ്രഹീതരായ ദൈവഭൃത്യന്മാർക്കും വേഗം വരുന്ന ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ വന്ദനത്തെ അറിയിക്കുന്നു. എല്ലാവരെയും കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഈ പ്രസ്ഥാനത്തിന്, ഈ സഭയ്ക്ക് അനുഗ്രഹീത നേതൃത്വം കൊടുക്കുന്ന കർത്തൃദാസന്മാർ, അവരോട് ചേർന്ന കൈത്താങ്ങായി നിൽക്കുന്ന ദൈവഭൃത്യന്മാർ, ദൈവമക്കൾ ഏവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. വളരെ പ്രാർത്ഥനയോടെ, വളരെ ദൈവസാന്നിധ്യ ബോധത്തോടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. വിവിധ വിഷയങ്ങൾക്ക് വേണ്ടി നാം ഇവിടെ പ്രാർത്ഥിപ്പാൻ കർത്താവ് ഇടയാക്കി. പ്രാർത്ഥന ഒരാത്മീയ പോരാട്ടമാണ്. പ്രാർത്ഥനയാൽ സാധിക്കാത്തൊരു കാര്യമില്ല. ഇത് ഉപവാസ പ്രാർത്ഥനയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സ്തോത്രം അല്ലേ? എത്രാം ദിവസം? സ്തോത്രം. 2-ാം ദിവസം ഉപവാസ പ്രാർത്ഥനയാണ്. ഉപവാസ പ്രാർത്ഥനയിൽ ദൈവപ്രവൃത്തികൾ വെളിപ്പെടണം. ഞാൻ ഈ കഴിഞ്ഞ 1-ാം തീയതി മുതൽ 21-ാം തീയതി വരെ 21 ദിവസം പൂർണ്ണമായി ഉപവാസം കഴിഞ്ഞ് 22-ാം തീയതി മുതൽ ഇന്നലെ വരെ വിശ്രമം കൂടാതെ ശുശ്രൂഷ ചെയ്ത് ഇന്ന് രാവിലെ ഇവിടെ എത്തിയതാണ്. ഇപ്പോൾ ദൈവത്തിന് നമ്മോട് ഇടപെടാനുള്ള ഇടപെടലുകൾക്ക് മുമ്പിൽ നമുക്ക് ദാഹവും ആഗ്രഹവും ഉണ്ടെങ്കിൽ ദൈവം പ്രവർത്തിപ്പാൻ ശക്തനാണ്. ഉപവാസ പ്രാർത്ഥന ആയതുകൊണ്ട് ദൈവം പ്രവർത്തിക്കുകയല്ല. ഹൃദയത്തിൻ്റെ ഒരുക്കം, മനസ്സിൻ്റെ ഒരുക്കം, വചനത്തോടുള്ള ദാഹം, ആത്മാർത്ഥത, അതാണ് ദൈവപ്രവൃത്തിക്ക് കാരണമായി തീരുന്നത്. പ്രായമുള്ള പിതാക്കന്മാരൊക്കെ ഉണ്ട്. അവരെല്ലാം ഓർത്ത് ഇതിന് സ്തോത്രം ചെയ്യുന്നു. അവരോട് വാഞ്ചയോടെ വന്നല്ലോ. ദൈവം സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. ഇന്ന് അല്പസമയത്തെ ദൈവവചന ധ്യാനത്തിനായി ലൂക്കോസ് വിശേഷം 19-ാം അധ്യായം 37-ാം വാക്യം ഒരാൾക്ക് ശബ്ദമുയർത്തി വായിക്കാം. ലൂക്ക് ചാപ്റ്റർ 19 വേഴ്സ് 37. ശിഷ്യന്മാരുടെ കൂട്ടം എല്ലാം തങ്ങൾ കണ്ട സകല വീര്യപ്രവൃത്തികളെയും കുറിച്ച് സന്തോഷിച്ച് അത്യുച്ചത്തിൽ ദൈവത്തെ പുകഴ്ത്തി, കർത്താവിന്റെ നാമത്തിൽ വരുന്ന രാജാവ് വാഴ്ത്തപ്പെട്ടവൻ, സ്വർഗത്തിൽ സമാധാനവും അത്യുന്നതങ്ങളിൽ മഹത്വവും എന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഇനി ആ 37-ാം വാക്യം എല്ലാവരും കൂടി ചേർന്നൊന്ന് വായിക്കാമോ? പ്രൈസ് ദി ലോർഡ്. യേശു ഒലിവുമലയുടെ ഇറങ്ങി വരുമ്പോൾ യേശുവിൽ കൂടെ വെളിപ്പെട്ട പ്രവൃത്തികളെ കണ്ട ഒരു കൂട്ടം ശിഷ്യഗണം. യേശു എവിടെയെല്ലാം സഞ്ചരിച്ചോ, യേശു എവിടെയെല്ലാം യാത്ര ചെയ്തോ, അവിടെയൊക്കെ അവൻ്റെ മഹത്വം വെളിപ്പെട്ടിട്ടുണ്ട്. അവൻ്റെ ശക്തി വെളിപ്പെട്ടിട്ടുണ്ട്. അവൻ്റെ സാന്നിധ്യം അനേകർക്ക് സന്തോഷമായി മാറിയിട്ടുണ്ട്. അവൻ്റെ പ്രവൃത്തികൾ കാണാനും കേൾക്കാനും ഉണ്ടായിരുന്നു.
അവിടെ കൊണ്ട് തീർന്നില്ല. അവൻ്റെ പ്രവൃത്തി കണ്ടും കേട്ടും അവനോടുകൂടെ സഞ്ചരിച്ചവരിൽ കൂടെ അവൻ ചെയ്ത പ്രവൃത്തി ചെയ്തെടുക്കാൻ കൂടെ അവർക്ക് അധികാരം കൊടുത്ത യേശുവിനെ ഇന്ന് പകലിവിടെ ഉയർത്തുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഇപ്പം നാം കാണാനും കേൾക്കാനും മാത്രമുള്ളവരല്ല, കാണാനും കേൾക്കാനും അനുഭവിക്കാനും അത് മറ്റുള്ളവരിലേക്ക് പ്രയോജനപ്പെടുത്താനും ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. തിരിച്ചറിയുന്നവർ കരമുയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യട്ടെ. അവൻ ചെയ്ത വീര്യപ്രവർത്തികൾ, മൈറ്റി വർക്ക്സ്, വീര്യപ്രവർത്തികൾ. ഇപ്പൊ കർത്താവിൻ്റെ പ്രവർത്തികളിലെല്ലാം ശക്തമേറിയ മാനുഷിക പരിഗണനയ്ക്കപ്പുറത്ത് ദൈവശക്തിയുടെ പ്രവൃത്തി അവർക്ക് കാണാൻ കഴിഞ്ഞു. അത് അന്നു മാത്രമല്ല, ഇന്നും എൻ്റെ കർത്താവ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അതിവിടെയും ചെയ്യാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. ആരാധനു വേണ്ടി സമർപ്പിക്കുമോ ഇന്ന് പകൽ നിന്റെ ജീവിതത്തിൽ അതനുഭവമായി മാറും. നിന്നെ കൊണ്ട് ചിലത് ചെയ്യിക്കുവാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. ഈ ലൂക്കോസ് വിശേഷം 19-ാം അധ്യായം പഠിക്കുമ്പോൾ പഠനവിധേയമാക്കിയാൽ 3 വിധത്തിലുള്ള അനുഭവങ്ങൾ അവിടെ കാണാൻ കഴിയും. ഒന്ന്, 1-ാമത്തെ വാക്യം മുതൽ വായിക്കുമ്പോൾ നഷ്ടപ്പെട്ട ജീവിതങ്ങളെ മടക്കിയെടുക്കുന്ന ഒരു ദൈവപ്രവൃത്തി. കാണാതെ പോയതിനെ തിരഞ്ഞെടുക്കുന്ന ഒരു ദൈവപ്രവൃത്തി. ഇപ്പം നഷ്ടപ്പെട്ടതിനെ മടക്കിയെടുക്കുവാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. ഒന്നുകൂടെ പറഞ്ഞാൽ, ദൈവഹിതം അറിഞ്ഞു എങ്കിലും അതിനനുസരിച്ച് ജീവിക്കാതെ അന്യപ്പെട്ട് കിടക്കുന്നവരെ ഒരുക്കിയെടുക്കാനുള്ള ഒരു ദൈവ പദ്ധതി ദൈവം വ്യക്തമാക്കുകയാണ്. അതിന് ഒരു വ്യക്തിയാണ് ചൂണ്ടിക്കാണിച്ചത്, സക്കായി എന്ന മനുഷ്യൻ. ആ മനുഷ്യനെ കുറിച്ച് 1-ാം വാക്യം ഇതിനെ വായിച്ചു വരുമ്പോൾ അവിടെ കൊടുത്തിരിക്കുന്നത്, പുരുഷാരം നിമിത്തം യേശുവിനെ കാണാൻ കഴിയാത്തവൻ മുന്നോട്ട് യാത്ര ചെയ്തു. അങ്ങനെയെങ്കിൽ യേശുവിനെ കാണാൻ ആഗ്രഹിക്കുന്നവർക്ക് തടസ്സം ഏതുണ്ടോ തടസ്സം നോക്കാതെ മുന്നോട്ട് യാത്ര ചെയ്താൽ നിനക്കൊരു വഴി തെളിയിച്ചു തരാൻ എൻ്റെ കർത്താവ് ശക്തനാണ്. വിശ്വസിക്കുന്നവർ ദൈവത്തിന് സ്തോത്രം ചെയ്ത് വിളിച്ചു പറ. ആരൊക്കെ തടസ്സം നിന്നാലും ഏതെല്ലാം തടസ്സം വന്നാലും യേശുവിനെ കാണാനകത്ത് ആശ ജനിച്ചവൻ മുന്നോട്ട് സ്റ്റെപ്പ് വെച്ചാൽ, മുന്നോട്ട് കുതിച്ചാൽ നിനക്കൊരു വഴി ദൈവം വെളിപ്പെടുത്തും. ഹല്ലേലൂയ. മുന്നോട്ട് പോയവന്, എൻ്റെ ഭാഷ പറഞ്ഞാൽ ആത്മനിയോഗം, ഒരു കാട്ടത്തി അവന് കാണിച്ചു കൊടുത്തു. കാട്ടത്തി കാണിച്ചു കൊടുത്തു. മോനെ, നിനക്ക് കാണാൻ ബുദ്ധിമുട്ടല്ലേ, നീ ഇതിൻ്റെ മീതെ കയറിക്കണം. അവ ദൈവത്തിൻ്റെ ആത്മപ്രേരണ അവൻ്റെ അകത്ത് വന്നപ്പോൾ അവനെ കാട്ടത്തിയുടെ മുകളിലേക്ക് കയറി യേശുവിനെ കാണാനിടയായി. ഇന്ന് പകലോർത്തോ, തടസ്സങ്ങൾ ഏതുണ്ടെങ്കിലും നീ മുന്നോട്ട് സ്റ്റെപ്പ് വെച്ചാൽ നിനക്കൊരാത്മനിയോഗം, മറ്റാരും ചിന്തിക്കാത്തൊരു റൂട്ട്, യേശുവുമായി ബന്ധപ്പെടാൻ, യേശുവിനെ കാണാൻ, യേശുവിനെ അനുഭവിക്കാൻ ദൈവം വെളിപ്പെടുത്തി തരുന്നവനാ. വെളിപ്പെട്ട് കിട്ടിയ ആ ആഴം
അവൻ തിരിച്ചറിഞ്ഞ് കാട്ടത്തിയിൽ കയറിയപ്പോൾ സകല ഹൃദയങ്ങളെയും ഉൾഭൂമികളെയും ആരാഞ്ഞറിയുന്നവൻ കാട്ടത്തിക്ക് കീഴെ വന്ന് അവനെ ഉറക്ക വിളിച്ചു, സക്കായിയെ, വേഗമിറങ്ങി വാ. ഇന്ന് പകലും ചിലരെ നോക്കിക്കൊണ്ട് ചിലരെ വിളിക്കുന്നൊരു വിളിയുണ്ട്, പേർ ചൊല്ലി വിളിക്കുന്ന കർത്താവ്. ഈ പകൽ നിന്റെ പേര് എന്റെ കർത്താവിനറിയാം. ആരും പറഞ്ഞു കൊടുത്തില്ലെങ്കിലും പേരറിയുന്നൊരു കർത്താവ്, പേർ ചൊല്ലി വിളിക്കുന്നൊരു കർത്താവ്. പേർ ചൊല്ലി വിളിക്കുന്നതിന് ഉദ്ദേശമുണ്ട്. യേശു പേർ ചൊല്ലി വിളിച്ച് അവനെ താഴോട്ടിറങ്ങി വരുമ്പോൾ അവനോട് ഒറ്റ വാക്ക്, ഇന്ന് ഞാൻ നിന്റെ വീട്ടിൽ പാർക്കേണ്ടതാകുന്നു. സ്വത്രം സ്വത്രം. വീട്ടിൽ യേശു പാർക്കേണ്ടതാണെന്ന് കേട്ടപ്പോൾ ഉടനെ സക്കായി മറുപടി പറഞ്ഞത്, എൻ്റെ വീടിന് സൗകര്യം പോരാ എന്നല്ല, എൻ്റെ വീട് മൊസൈക്കിട്ടതല്ല എന്നല്ല, എൻ്റെ വീട്ടിൽ AC ഇല്ല എന്നല്ല, എൻ്റെ വീടിൻ്റെ പരിമിതിയല്ല അവൻ പറഞ്ഞത്. യേശു വീട്ടിൽ പാർക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് കേട്ടപ്പോൾ അവൻ ഉടനെ വിളിച്ചു പറഞ്ഞു, യേശുവേ, ഞാൻ ചതിവായി വാങ്ങിയിട്ടുണ്ട്, ഞാൻ ദരിദ്രരോട് വാങ്ങിയിട്ടുണ്ട്, ഞാൻ നിന്റെ ഹിതമല്ലാത്തത് ചെയ്തിട്ടുണ്ട്. യേശു പാർക്കാൻ ആഗ്രഹിച്ചത് അവനാക്കുന്ന വീട്ടിൽ, അവനാക്കുന്ന കൂടാരത്തിൽ യേശു പാർക്കാൻ ആഗ്രഹിച്ചപ്പോൾ അവന്റെ ജീവിതത്തെ മാറ്റിമറിക്കാൻ, അവന്റെ പാപത്തെ ഏറ്റുപറയാൻ, അവന്റെ അശുദ്ധി ഏറ്റുപറയാൻ, അവന്റെ ജീവിതത്തിന്റെ പാപത്തിന് ക്രമീകരണം വരുത്താൻ ഒരു തീരുമാനമാണ് സക്കായി വെളിപ്പെടുത്തിയെങ്കിൽ യേശു വിളിച്ചു പറഞ്ഞു, ഇവൻ മറ്റാരുമല്ല, അബ്രഹാമിന്റെ മകന്. ഇന്ന് ഇവന്റെ വീട്ടിന് രക്ഷ വന്നു. ദൈവശബ്ദം കേൾക്കുമ്പോൾ പാപബോധമുണ്ടായാൽ നിനക്ക് രക്ഷ, നിന്റെ വീട്ടിന് രക്ഷ. വചനം പറയുന്നു, ഒരുവൻ കർത്താവിൽ വിശ്വസിച്ചാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. ഇന്ന് പകലും രക്ഷിക്കുന്ന കർത്താവ്, പാപം ക്ഷമിക്കുന്ന കർത്താവ്, ഏറ്റു പറയുന്നവരോട് അകൃത്യം ക്ഷമിക്കുന്ന കർത്താവ് നിന്നിൽ വസിക്കുവാൻ, നിന്റെ വീട്ടിൽ വസിക്കുവാൻ, നിന്റെ കുടുംബത്തിനകത്ത് വസിക്കാൻ, അവന്റെ സാന്നിധ്യം വെളിപ്പെടുത്താൻ ശക്തനായ ദൈവമോ. വിശ്വസിക്കുമെങ്കിൽ, ഏറ്റെടുക്കാൻ കഴിയുമെങ്കിൽ വചനം കേൾക്കുമ്പോൾ ഏറ്റുപറഞ്ഞൊരുങ്ങിക്കോ. നീ രക്ഷപ്പെടും, നിന്റെ കുടുംബം രക്ഷപ്പെടും. കർത്താവിന്റെ സാന്നിധ്യം വ്യക്തിയിലും കുടുംബത്തിലും ശക്തിയോടെ വെളിപ്പെടും. യെസ് 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 യെസ്. സമർപ്പിക്കുന്ന ചിലത് ഇന്ന് പകൽ ഇതിനകത്തു നിന്ന് ദുഃഖിച്ചല്ല സന്തോഷിച്ചു മടങ്ങത്തക്കവണ്ണം എൻ്റെ കർത്താവ് ഇന്ന് പകൽ ചില ഉള്ളങ്ങളെ ടച്ച് ചെയ്തുകൊണ്ടിരിക്കുക, ചില ഹൃദയങ്ങളെ സ്പർശിച്ചുകൊണ്ടിരിക്കുക, ചില ജീവിതങ്ങളെ സ്പർശിച്ചുകൊണ്ടിരിക്കുക. ഇന്ന് പകൽ വചനത്തിന് മുമ്പിൽ പാപബോധം വെളിപ്പെട്ട് ഏറ്റുപറയാൻ തയ്യാറായാൽ അവന്റെ സാന്നിധ്യത്തിന്റെ ശക്തി അനുഭവിച്ചറിഞ്ഞ് സന്തോഷത്തോടെ മടങ്ങും. പ്രൈസ് ആമേൻ. ഇപ്പൊ ഒന്നാമത്തെ വിഷയം, കാണാതെ പോയതിന് മടക്കിക്കൊണ്ടുവരിക. മനുഷ്യന്റെ പാപത്തിന് ബോധം വരുത്തി മനുഷ്യനെ ദൈവോന്മുഖമായി തിരിക്കുക. പ്രൈസലോ പ്രൈസലോ. ഇന്ന് പാപബോധമുള്ള പ്രസംഗം കുറഞ്ഞുപോയി. പാപബോധമുള്ള പ്രസംഗം അധികം ഇല്ല. ഇന്നത്തെ 90% പ്രസംഗങ്ങളും പാപത്തെ ടച്ച് ചെയ്യാതെ മനുഷ്യനെ സന്തോഷിപ്പിക്കുന്ന വാക്ക് പറഞ്ഞ് ദേ വരുന്നു, പിടിച്ചോ ഇപ്പോ എന്ന് പറയുമ്പോഴത്തേക്കും ജനമിളകും, വെറുതെ പോകും. പാപബോധം വെളിപ്പെടണം. മനുഷ്യൻ പാപത്തിൽ നിന്ന് പുറത്തു വരണം.
രക്ഷിക്കപ്പെട്ടതിൻ്റെ പേരിലോ സ്നാനപ്പെട്ടതിൻ്റെ പേരിലോ 2 അന്യഭാഷ കിട്ടിയതിൻ്റെ പേരിലോ സ്വർഗമാർക്കും വെച്ചിട്ടില്ല. രക്ഷിക്കപ്പെടണം, സ്നാനപ്പെടണം, ആത്മസ്നാനം പ്രാപിക്കണം, കൃപാവരങ്ങൾ പ്രാപിക്കണം. പക്ഷേ വിശുദ്ധി കൂടാതെ ആർക്കും ദൈവരാജ്യം പ്രവേശിപ്പാൻ സാധ്യമല്ല. അതുകൊണ്ട് പാപം, ജാതി, വഞ്ചന, ദുർമോഹം, വിടക്കുകണ്ണ്, ദുഷ്പ്രവണത, ദുർവാക്ക്, മോഹം ഇതെല്ലാം വിട്ടൊഴിഞ്ഞ് ഒരുക്കപ്പെട്ട് മതിയാക്കൂ. ആമേൻ, ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഇന്നത്തെ ആത്മീയ ലോകത്തിൽ കൂട്ടത്തിലൂടെ പോവുക ജനം. പാപത്തിന് പരിഹാരം വരുന്നില്ല. സിനിമ കണ്ട്, സീരിയൽ കണ്ട്, ജഡമോഹത്തിലും മറ്റ് പലതിലും ഉൾപ്പെട്ട് ജഡീക ഉല്ലാസങ്ങളിൽ പോകുക. ഇപ്പോൾ വന്ന് ഒരുപാട് പദ്ധതിയായി. ടൂറുണ്ടോ ആളുകൾക്ക് ഭയങ്കര സന്തോഷമാണ്. പലയിടത്തും ടൂറിന് പോകുന്ന പോക്കും എല്ലാം പ്രമാണവിരുദ്ധമായ അവസ്ഥയിലേക്ക് ജനത്തെ മാറ്റിക്കൊണ്ടിരിക്കുന്നു. കെയർ ചെയ്യണേ, സൂക്ഷിക്കണേ. വിശുദ്ധിക്ക് മൂല്യം കൊടുക്കാൻ ദൈവജനം മടങ്ങി വന്നേ മതിയാകത്തുള്ളൂ. പാപത്തെ, ലോകത്തെ, ജഡത്തെ, പിശാചിനെ ഒക്കെ ജയിക്കാൻ കഴിഞ്ഞെങ്കിൽ മാത്രമേ നിത്യരാജ്യത്തിൻ്റെ നിത്യ തുറമുഖത്തെത്താൻ കഴിയൂ. രണ്ടാമത്തെ സ്റ്റെപ്പിലേക്ക് വരിക. രണ്ടാമത്തേത്, ദൈവമേൽപ്പിച്ച ഒരധികാരം അല്ലെങ്കിൽ താലന്ത്, ദൈവം കൊടുത്ത കൃപ. താലന്തുകളെ കുറിച്ച് 5, 2, 1 താലന്തുകളെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. 5 കിട്ടിയവൻ 5 കൂടെ നേടി, 2 കിട്ടിയവൻ 2 കൂടെ നേടി, 1 കിട്ടിയവൻ കുഴിച്ചിട്ടു. ദൈവം വിശ്വസ്തരെന്ന് എണ്ണി ഏൽപ്പിച്ചതിൽ എത്രത്തോളം വിശ്വസ്തതയുണ്ട്? അവിശ്വസ്തതയാണോ വിശ്വസ്തതയാണോ നമ്മിൽ വെളിപ്പെടുന്നത്? പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. നാം വിശ്വസ്തരാണോ? നമ്മെ എന്തെല്ലാം ഏൽപ്പിച്ചു? ഇവിടെ 5, 2, 1 ഒക്കെ പറഞ്ഞു. നമ്മെ എന്തെല്ലാം ഏൽപ്പിച്ചു? പ്രാർത്ഥിക്കാൻ ഏൽപ്പിച്ചിട്ട് പ്രാർത്ഥിച്ചു. കണ്ണുനീരൊഴുക്കാൻ ഏൽപ്പിച്ചിട്ട് കണ്ണുനീരൊഴുക്കൂ. ദൈവകൃപ ചൊലിച്ച് ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടാൻ ഏൽപ്പിച്ചിട്ട് ചെയ്തോ? ആത്മാക്കളെ നേടാൻ നിർബന്ധിച്ചിട്ടും ആത്മാക്കളെ നേടിയോ? സുവിശേഷം അറിയിക്കാൻ പരിശുദ്ധാത്മാവ് എത്രയോ വട്ടം നിനക്കാലോചന തന്നു, നീ അത് ഏറ്റെടുത്തോ? പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. നമുക്ക് കിട്ടിയ താലന്ത് എവിടെ? കുഴിച്ചു മൂടിയോ? കൃപാവരങ്ങളുണ്ടോ? പ്രൈസ് ദി ലോർഡ്. നമുക്ക് ദൈവം നൽകിയത് വിശ്വസ്തതയോടെ വ്യാപാരം ചെയ്യാം. ഒടുവിൽ എന്താ പറഞ്ഞറിയാമോ? 1 ഉള്ളവൻ്റെ വാങ്ങി 10 ഉള്ളവന് കൊടുത്തു. നേട്ടം ദൈവത്തിനു വേണ്ടി പ്രവർത്തി ചെയ്ത് നേട്ടം വരുത്തിയ, ഇവിടെ സമ്പത്തുണ്ടാക്കുന്ന കാര്യമൊന്നുമില്ല. കർത്താവിൻ്റെ പേര് പറഞ്ഞ് കോടികളും 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 ഉണ്ടാക്കുന്ന സമ്പത്തിൻ്റെ കാര്യമല്ല ഞാനീ പറയുന്നു. ദൈവകൃപ ജ്വലിപ്പിക്കാൻ ഒരുപാട് ആളുകൾ കർത്താവിൻ്റെ പേര് പറഞ്ഞ് ഉണ്ടാക്കി കൂട്ടി. ആരനുഭവിക്കുന്നു? ആര് കൊണ്ടുപോകുന്നു? എന്ത് കാര്യം? സ്വതന്ത്രം. ഇവിടെ സമ്പത്ത് വേണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല, അത്യാവശ്യമൊക്കെ വേണം. പക്ഷേ വ്യാജമായി, സൂത്രമായി, വ്യവസ്ഥ വിട്ട് ഒന്നും വേണ്ട. കരമുയർത്തി സ്വതന്ത്രം ചെയ്തു.
വ്യവസ്ഥയുടെ ഉള്ളത് മതി. ഹോവ ഭക്തിയോടെ അല്പം ഉണ്ടെങ്കിൽ അത് മതി. ദുഷ്ടന്റെ സമൃദ്ധി വേണ്ട, പ്രമാണം വിട്ട സമൃദ്ധി വേണ്ട. പ്രൈസലോ. 10 താലന്ത് ലഭിച്ചു. 5 ലഭിച്ചവൻ 5 നേടി, 2 ലഭിച്ചവൻ 2 നേടി, 1 ലഭിച്ചവൻ കുഴിച്ചു മൂടി. അവൻ പറഞ്ഞു എന്തുവാ? നീ വിതയ്ക്കാത്തിടത്തുനിന്ന് ചേർക്കുന്നവനും സ്വത്രം നീ കർത്താവിനെ ശരിക്ക് പൊക്കി. കർത്താവിനെ ശരിക്ക് പൊക്കി. നീ വിതയ്ക്കാത്തിടത്തുനിന്ന് വിതറാത്തിടത്തുനിന്ന് കൊയ്ത് ചേർത്ത് കൂട്ടുന്നവനാണ്, കഠിന മനുഷ്യനാണ്. നീ ഒറ്റയ്ക്ക് എല്ലാ കാര്യവും ചെയ്യാൻ ശക്തനാണെന്ന്. പ്രൈസലോ. ഞങ്ങളാരും ഒന്നും ചെയ്യണ്ട, നീ എല്ലാം അങ്ങ് ചെയ്താൽ മതി. സ്വതന്ത്രം ഞങ്ങൾക്ക് ഫ്രീ ആണ്. കർത്താവ് പക്ഷെ അതല്ല പറഞ്ഞത്, പോക്കുവീൻ, ചെന്നായ്ക്കിടയിൽ കുഞ്ഞാടിനെ പോലെ അയക്കുന്നു, നിങ്ങൾ ചെയ്യണമെന്നാ. സ്വതന്ത്രം ഈ ജനത്തിന് ഭക്ഷിപ്പാൻ നിങ്ങൾ കൊടുക്കണം. യജമാനൻ ഏൽപ്പിച്ചതിന് തക്ക സമയത്ത് ആഹാര വിഹിതം കൊടുക്കണം. അപ്പോൾ ദൈവദാസന്മാർക്ക് ദൗത്യമുണ്ട്, ദൈവജനത്തിന് ദൗത്യമുണ്ട്, എല്ലാവർക്കും ദൗത്യമുണ്ട്. ഒരു ദൗത്യമില്ലാത്ത ആരുമില്ല. അതുകൊണ്ട് നമ്മെ ഏൽപ്പിച്ച ദൗത്യത്തിൻ്റെ മുന്നിൽ എങ്ങനെ ഇരിക്കുന്നു എന്ന് വ്യക്തമായി ശോധന ചെയ്ത് ദുഷ്ടദാസനെ ഏറ്റവും പുറത്തുള്ള ഇരുട്ടിലേക്ക് തള്ളിക്കളവിനെന്ന് പറയുന്ന ഒരു പദം വെളിപ്പെടും മുന്നമേ ലഭിച്ച ആയുസ്, ലഭിക്കുന്ന ആയുസ് അത് കർത്താവിന് പ്രയോജനപ്പെടുത്താൻ ഒരു മുന്നറിയിപ്പിന്ന് പകൽ പരിശുദ്ധാത്മാവ് ഇടപെടുകയാണ്. ജീവിച്ച് വെറുതെ ആയുസ് പാഴാക്കാനല്ല, ഫലകരമായി ജീവിച്ച് ദൈവത്തിന് പ്രയോജനം വരാൻ 3-ാം ഘട്ടത്തിലേക്ക് വരികയാണ്. മൂന്നാമത്തെ അനുഭവം അതിൻ്റെ 29 മുതലുള്ള വേദഭാഗത്താണ്. കെട്ടപ്പെട്ട കഴുത. നിങ്ങൾക്കെതിരെയുള്ള ഗ്രാമത്തിൽ ചെല്ലുവിൽ കെട്ടപ്പെട്ട 2 കഴുതയെ കാണും. അതിനെ അഴിച്ചുകൊണ്ട് വരും. എതിരുള്ളിടത്ത് ആത്മാക്കളെ വിടുവിച്ചെടുക്കാൻ, ജീവിതങ്ങളെ വിടുവിച്ചെടുക്കാൻ, കർത്താവിന് പ്രയോജനമുള്ളതാക്കാൻ ഒരു വലിയ ലക്ഷ്യം, ഒരു സുവിശേഷ ദൗത്യം, ഒരു വലിയ അതോറിറ്റി കർത്താവിവിടെ വെളിപ്പെടുത്തുകയാണ്. ഞാനീ പറയുന്നതിലോ കുഴപ്പമുണ്ടെങ്കിൽ എന്നോട് ക്ഷമിച്ചേക്കണം. ഞാൻ നിരന്തരം യാത്ര ചെയ്യുന്ന, നിരന്തരം ശുശ്രൂഷയിൽ മുന്നോട്ട് പോകുന്ന ഒരു പാവപ്പെട്ട ദൈവദാസനം. ഇന്നലെ രാത്രി മീറ്റിംഗ് ഉണ്ടായിരുന്നില്ല, പകൽ മീറ്റിംഗ് ഉണ്ടായിരുന്നു. മിനിയാന്ന് കുന്നംകുളത്ത് പകല്, രാത്രി കൊടകര. ഒരു സമയത്ത് ഒരു ദിവസം ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുക. ഇപ്പം ഞാൻ ഈ ചെല്ലുന്നിടത്തൊക്കെ സ്നാനത്തൊട്ടി കുനിഞ്ഞു നോക്കും. എന്താണെന്നറിയാമോ? അടുത്ത കാലത്തെങ്ങാനും സ്നാനം നടന്നു എന്നറിയാം. നമ്മുടെ മിക്കവാറും സഭകളുടെ സ്നാനത്തൊട്ടി വരണ്ടുണങ്ങി കരിയില വീണ് പൊടി പിടിച്ച് കിടക്കുക. ഹലോ, കെട്ടപ്പെട്ട കഴുതി അഴിച്ചോണ്ട് വന്നാലേ മുക്കാനൊക്കത്തുള്ളൂ. ആരുണ്ട്? ഇവിടെ വന്നപ്പോഴും ഞാൻ സ്നാനത്തൊട്ടി നോക്കി, അവിടെ വെള്ളമൊന്നുമില്ല. അടുത്ത കാലത്ത് എങ്ങും സ്നാനം നടന്നിട്ടില്ല. നടക്കണം. ആത്മഭാരമകത്തുണ്ടെങ്കിൽ എതിർപ്പുള്ള മണ്ഡലങ്ങളിൽ കെട്ടപ്പെട്ടതിനെ അഴിച്ചുവിടാൻ നീ ഒരു അധികാരിയായി പുറപ്പെടണം. ദൈവദാസന്മാർ, ദൈവ മക്കൾ ആത്മഭാരമുള്ളവരാക്കണം. നിങ്ങൾ സ്തോത്രം പറയൂല. ഞാൻ നിങ്ങളെ കുറ്റം പറഞ്ഞില്ലേ? നിങ്ങൾ സ്തോത്രം പറയില്ല. ആര് ഏലായിട്ടില്ലെങ്കിലും ഞാൻ ദൈവിക ദൂത് കൊണ്ടാണ് വന്നിരിക്കുന്നത്. ഒരു കാര്യം ഉറപ്പിക്കാം,
ഒരാത്മാവിനെയെങ്കിലും ഈ 2024 ഒരാൾ നേടണം. ഒന്ന് കരമേർത്ത് സ്തോത്രം ചെയ്യാമോ? ഇങ്ങനെയല്ല കൈ വെക്കുന്നത്, ഇങ്ങനെയല്ല കൈ വെക്കുന്നത്. കൈ പൊക്കുന്നത് ഇങ്ങനെയാണ്. ഹല്ലേലൂയ എന്ന് പറയുന്നത് ഉറക്കെ ഇങ്ങനെ പറയും. ഞാൻ പോലീസിലായിരുന്നു. 10 വർഷം സർവീസ് ജോലി ചെയ്ത് 6 വർഷം ശുശ്രൂഷയും ജോലിയും കൂടിയായിരുന്നു. പിന്നെ കർത്താവ് പറഞ്ഞ് ഇട്ടേച്ച് ഇറങ്ങാൻ പറഞ്ഞപ്പോൾ അന്നേരം ഇട്ടേച്ച് ഇറങ്ങിയ ആൾ. സ്വതന്ത്രം. അപ്പോൾ ഈ കൈ പൊക്കുന്നത് വെറുതെ പൊക്കുന്നതല്ല, കൈ കൊടുക്കുന്നത് വെറുതെ കൊടുക്കുന്നതല്ല. കൈ കൊടുക്കുന്നത് ഹൃദയത്തിൻ്റെ ഐക്യതയാണ്. എൻ്റെ ഹൃദയം നിൻ്റെ ഹൃദയത്തോട് ഒത്തിരിക്കുന്നു, നിൻ്റെ ഹൃദയത്തിന് പരമാർത്ഥി ഉണ്ടെങ്കിൽ കൊട എന്ന് പറയുന്നതാണ് കൈ കൊടുക്കുന്നത്. അല്ലാതെ ഇതല്ല കൈ. സ്വത്രം എന്ന് പറഞ്ഞാൽ നേരെ നോക്കാനുള്ള മനസ്സില്ലാതെ കൊടുക്കുന്നുമല്ല കൈ. കൈ പൊക്കുന്നത് സറണ്ടറിങ് ആണ്, സമർപ്പണം. ആത്മാക്കളെ നേടാൻ ഞാൻ സമർപ്പിക്കുന്നു എന്നതാണ് കൈ ഉയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നത്. ഈ പെന്തിക്കോസുകാരുടെ ഇടയ്ക്കാണ് ഹല്ലേലൂയ സ്തോത്രം എന്നുള്ളത്. ദൈവമക്കൾ നന്നായി ചെയ്യണം. ചെയ്യാൻ നിനക്ക് സംഗതി വരുന്നതൊക്കെ ശക്തിയോടെ ചെയ്യണമെന്നാണ് സഭാപ്രസംഗി 9:10 എഴുതി വച്ചിരിക്കുക. ചെയ്യുവാൻ നിനക്ക് സംഗതി വരുന്നതൊക്കെ. എക്ലീസിയസ് ചാപ്റ്റർ 9:10. ചെയ്യുവാൻ നിനക്ക് സംഗതി വരുന്നതൊക്കെ ശക്തിയോടെ ചെയ്യുക. നീ ചെല്ലുന്ന പാതാളത്തിൽ പ്രവൃത്തിയോ സൂത്രമോ അറിവോ ജ്ഞാനമോ ഒന്നുമില്ല. ചെല്ലുന്നിടത്ത് എന്ന് പറഞ്ഞാൽ അവിടെ പാതാളം എന്ന് കൊടുത്തിരിക്കുന്ന വ്യത്യസ്ത അർത്ഥവ്യാപ്തിയുണ്ട്. അബ്രഹാമിൻ്റെ മടിയാകുന്ന പാതാളം, അധമ പാതാളം, ഈ 2 തലങ്ങളുണ്ട്, ഹെഡീസ് ഓർ ഷെയോൺ. അപ്പം നാം അബ്രഹാമിൻ്റെ മടി ആകുന്ന അവിടെയാണ് ചെല്ലുന്നതെങ്കിൽ, അഥവാ ദൈവിക പർദീസയിലാണ് ചെല്ലുന്നതെങ്കിൽ അവിടെ സൂത്രമില്ല, പ്രവൃത്തിയില്ല, അറിവില്ല, ഒരിടപാടുമില്ല. ഇനി അധമപാതാളത്തിൽ പോയാലോ അവിടെ പ്രവൃത്തി സൂത്രം അറിവൊന്നുമില്ല, ഒരു സൂത്രമോട് നടക്കുന്നില്ല. ഇവിടെയാണ് മുഴുവൻ സൂത്രവും. പാട്ട് പാടുന്നതിൻ്റെ കൂടുതൽ മൂളിക്കൊണ്ട് നിന്ന് കൈമുട്ടി നിന്ന് പാടിയെന്നും വരുത്തും. സ്വത്രം പറയുന്ന കൂടുതൽ വാ തുറന്ന് ദൈവത്തെ ആരാധിക്കത്തില്ല. സൂത്രം മുഴുവൻ ഇവിടെയാണ്. ദൈവസനി ചെന്നാൽ അവിടെ 24 മണിക്കൂറും ആരാധന മാത്രമാണ്. എന്നാൽ പാതാളത്തിലേക്ക് ചെന്നാൽ അവിടെ 24 മണിക്കൂറും കരച്ചില് മാത്രമാണ്. അതുകൊണ്ട് ദൈവത്തിന് വേണ്ടി ഇവിടെ ചെയ്യാൻ കഴിയുന്നത് ശക്തിയോടെ ചെയ്യണം. ഒരു സ്വത്ര പറയുന്നത് ശക്തിയോട്, ഒരു പാട്ട് പാടുന്നത് ശക്തിയോട്. കർത്താവിന് ഇതിനെ കൊണ്ട് ആവശ്യമുണ്ട്. എതിർക്കാൻ വരുന്നവൻ വിട്ടച്ച് മാറും. കർത്താവ് പ്രവർത്തിക്കേണ്ട രീതി, പ്രവർത്തിക്കേണ്ട വിധം, പറയേണ്ട വാക്ക് വ്യക്തമായി വെളിപ്പെടുത്തിയപ്പോൾ അവർ ചെന്ന് കഴുതയെ അഴിച്ചപ്പോൾ ചോദിച്ച ചോദ്യത്തിന് കർത്താവിന് ഇതിനെ കൊണ്ട് ആവശ്യമുള്ളപ്പോൾ ചോദിക്കാൻ വന്നവർ മാറി, അവർ കഴുതയെ കൊണ്ട് പുറപ്പെട്ടു. സ്വാതന്ത്ര്യം വരുത്താൻ, കെട്ടപ്പെട്ടതിനെ അഴിച്ചുവിടാൻ, ബന്ധിക്കപ്പെടുന്നതിനെ പുറത്തു കൊണ്ടുവരാൻ, ഇരുട്ടിൽ കിടങ്ങ വെളിച്ചത്തിൽ കൊണ്ടുവരാൻ ദൈവം നമുക്ക് അധികാരം തന്നിരിക്കുകയാണ്. ഓരോ വ്യക്തി ജീവിതങ്ങളും ആത്മാവിന്റെ അധികാരം പ്രാപിച്ച്, ശക്തി പ്രാപിച്ച് എതിർപ്പുകൾക്ക് നടുവില് ജീവിതങ്ങളെ വിടുവിച്ചെടുക്കണം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ജീവിതങ്ങൾ വിടുവിക്കപ്പെടും. ആ ഭാഗ്യം ഇങ്ങോട്ട് വന്നിട്ടാണ് കഴുതയെ അഴിച്ച് ദൈവപ്രവൃത്തി വെളിപ്പെടുത്തി മുന്നോട്ട് വരുമ്പോൾ വലിയ മലയുടെ ഇറക്കത്തിനെത്തിയപ്പോൾ ശിഷ്യന്മാരുടെ കൂട്ടമെല്ലാം കർത്താവിനോട് കൂടെ, കർത്താവ് നടക്കുന്നിടത്ത്, കർത്താവ് പോകുന്നിടത്ത്, കർത്താവ് ചെല്ലുന്നിടത്ത്, കർത്താവ് ഇരിക്കുന്നിടത്ത് ദൈവ പ്രവർത്തികൾ വെളിപ്പെടുകയാണ്.
അവന്റെ സാന്നിധ്യം എവിടെയുണ്ടോ അവിടെ ദൈവപ്രവൃത്തി വെളിപ്പെടുകയാ. ഇന്നൊരു സെക്കൻഡ് സാറ്റർഡേ ദിവസമാണ്. ഇന്ന് സെക്കൻഡ് സാറ്റർഡേ ദിവസം. അപ്പം നമ്മുടെ പിള്ളേരും കുഞ്ഞുങ്ങളൊക്കെ ഇന്ന് വരേണ്ട ദിവസമാണ്. സ്കൂളെല്ലാം അടഞ്ഞെടുക്കുക, കോളേജൊക്കെ അടഞ്ഞെടുക്കുക. നമ്മുടെ പിള്ളേരൊക്കെ വരണ്ടായിരുന്നു. പക്ഷേ അപ്പനും അമ്മയൊന്നും പിള്ളേരെ കൊണ്ട് വന്നില്ല. ഒരു കാര്യം ഞാൻ ഓർപ്പിക്കാം, പിള്ളേരെ ദൈവത്തിന് കൊണ്ടുവന്ന് ദൈവത്തിൻ്റെ ശക്തി പ്രാപിക്കണം. ഞാൻ ഈ കഴിഞ്ഞ 21 ദിവസം ഇരിക്കുമ്പോൾ 4 വയസ്സുള്ള കുഞ്ഞു മുതൽ 78 വയസ്സുള്ള അമ്മച്ചി വരെ ആത്മസ്നാനം പ്രാപിച്ചു. ഒരു സ്വോത്രം ഓർക്ക പറയാമോ? 4 വയസ്സുള്ള കൊച്ച് 4 വയസ്സുള്ള കൊച്ച് കളിയാക്കി പറഞ്ഞതല്ല. നമ്മുടെ പോലെ പിള്ളേരും കണ്ണെടുത്ത് ഇങ്ങനെ കാണിച്ച് പറയുന്നൊന്നുമല്ല. ആത്മസ്നാനം പ്രാപിക്കാൻ ആഗ്രഹമുള്ളവർ മുന്നോട്ട് വരാൻ പറഞ്ഞപ്പോൾ 4 വയസ്സുള്ള കുഞ്ഞടക്കം വന്ന് നിന്നിട്ട് ആ കുഞ്ഞ് കരയാണ്. അപ്പൻ്റെ അമ്മയുടെ ഒരു സാധനത്തിന് കരയുന്നത് പോലെ യേശു അപ്പച്ചാ എന്നെ നിറയ്ക്കണേ, കണ്ണിക്കൂടെ ഒഴുകുക, ഇങ്ങനെ വാവിട്ട് നിലവിളിക്കുക. കുറച്ച് കഴിഞ്ഞപ്പോൾ നോക്കിയപ്പോൾ ആ കുഞ്ഞ് കണ്ണുനീരോടെ നിന്ന് നൃത്തം വെച്ച് അന്യഭാഷ പറഞ്ഞ് ആരാധിക്കുക. 4 വയസ്സുള്ളതിൻ്റെ അകത്ത് ആത്മസ്നാനത്തിൻ്റെ ദാഹം കൊടുത്ത് അതിനെ നിറച്ചവൻ ഇന്നു പകലും ജീവിക്കുന്ന കർത്താവ്. നിന്റെ അകത്തൊരു ദാഹമുണ്ടോ? ആ ആത്മശക്തി ഇന്നു പകലും നിറയ്ക്കാൻ എൻ്റെ ദൈവം ശക്തനോ. ആത്മശക്തി കൂടാതെ ഒരു ജയ ജീവിതം സാധ്യമല്ല. പ്രായത്തിന്റെ ബേസിലല്ല ദൈവം ഇടപെടുന്നത്. അകത്തെ വിശ്വാസം, അകത്തെ ദാഹം, അകത്തെ ആത്മമണ്ഡലം അത് തുറക്കാനുള്ള ദൈവത്തോടുള്ള പ്രാർത്ഥനയാണ് നിന്നെ നിറയ്ക്കാൻ ദൈവം ഇടയാക്കുന്നത്. ഹല്ലേലൂയ. 78 വയസ്സുള്ളൊരു അമ്മച്ചി, 78 വയസ്സുള്ള അമ്മച്ചി. ഈ അമ്മച്ചി പ്രാർത്ഥനയ്ക്ക് വന്നിക്കുക, എനിക്ക് ആത്മസ്നാനം പ്രാപിക്കണം. പറയുമ്പോഴേ കരയുക. കരച്ചിലിൻ്റെ ഇടയ്ക്ക് കരഞ്ഞോണ്ടിരിക്കുമ്പോൾ കണ്ണുനീരോടെ കരഞ്ഞ് കൈയടിച്ച് ആരാധിക്കും. ഞാൻ നോക്കിയ അമ്മച്ചി സ്പ്രിങ്ങലാണ്. 78 വയസ്സുള്ള അമ്മച്ചി തുള്ളിച്ചാടി അന്യഭാഷ പറയുക. അത് കിട്ടിക്കഴിഞ്ഞപ്പോൾ അമ്മച്ചിയുടെ മുഖത്തുണ്ടല്ലോ ഒരു ചിരി, ഒരു സന്തോഷം. നാളുകളായി കിട്ടാൻ ദാഹിച്ചിരുന്ന് കിട്ടിയപ്പോൾ ആ ഭയങ്കര സന്തോഷം. പരിശുദ്ധാത്മാവ് നിറഞ്ഞവർക്കൊരു സന്തോഷമുണ്ട് കേട്ടോ. ആത്മശക്തി അകത്തു വരുന്നവർക്കൊരു സന്തോഷമുണ്ട്. ഇന്ന് പകലും നിറയ്ക്കാനുള്ളവൻ സർവശക്തനായവൻ. ദാഹിച്ചിരിക്കുന്നത് വെള്ളം, വരണ്ടത് നീരൊഴുക്ക് പുറപ്പെടുവിക്കുന്ന കർത്താവ് ഇന്ന് പകലോ അവന്റെ സാന്നിധ്യം ഇവിടെയുണ്ട്. അവൻ നിറയ്ക്കാൻ ശക്തനോ. ഹല്ലേലൂയ. ജീസസ്. ദാഹമുണ്ടോ? നിറയ്ക്കും. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ കുഞ്ഞുങ്ങൾ പ്രാപിക്കണം, യൗവനക്കാർ പ്രാപിക്കണം, മാതാപിതാക്കൾ പ്രാപിക്കണം, പ്രായമുള്ളവർ പ്രാപിക്കണം, വൃദ്ധന്മാർ പ്രാപിക്കണം, എല്ലാവരും പ്രാപിക്കണം. ഞാൻ ഇന്നലെ രാത്രി മീറ്റിംഗ് നടത്ത് 88 വയസ്സ് കഴിഞ്ഞൊരപ്പച്ചൻ, 88 വയസ്സ് കഴിഞ്ഞൊരപ്പച്ചനാണ്. പ്രാർത്ഥനയ്ക്കിരിക്കുമ്പോൾ കൈയടിച്ച് ശക്തമായി ആത്മാവിൽ ആരാധിക്കുക. എനിക്കൊരു 35 കൊല്ലം കൊണ്ട് അദ്ദേഹത്തെ അറിയാം. ഇന്നും തളരാതെ, ശരീരത്തിൽ ഒത്തിരി ബലഹീനതയൊക്കെ ഉണ്ടെങ്കിലും ആരാധനയ്ക്ക് അങ്ങ് നിന്ന് വന്നാണല്ലോ കൈയടിച്ച് ശക്തിയോടെ ആരാധിക്കുക. പ്രൈസ് ദി ലോർഡ്. വയസ്സായതുകൊണ്ട് ആത്മാവിന് ക്ഷീണമില്ല കേട്ടോ. ആത്മാവിന് ക്ഷീണമില്ല.
ഹാർട്ടിന് പ്രശ്നമുണ്ടാകും, കിഡ്നിക്ക് പ്രശ്നമുണ്ടാകും, കുടലിനുണ്ടാകും, ഇതൊക്കെ ഉണ്ടാകും. പക്ഷേ ആത്മാവിന് പ്രശ്നമില്ല. നിന്റെ മേൽ ആത്മശക്തിയുണ്ടോ? നീ ആത്മാവിൽ ദൈവത്തെ ആരാധിക്കണോ? കർത്താവിനെ ആരാധിക്കുന്നവർ സത്യവചന പ്രകാരമോ ആത്മാവിലോ ദൈവത്തെ ആരാധിക്കണോ? നാമല്ലോ ആത്മാവ് കൊണ്ട് ആരാധിക്കുന്നവർ. ഹല്ലേലൂയ. യെസ് യെസ്. ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് ചിലതിനെ തൊടുന്ന, ചിലതിനെ ശക്തീകരിക്കുന്ന, ചിലതിനെ ബലപ്പെടുത്തുന്ന, ചിലതിനെ നിറയ്ക്കുന്ന, ചിലതിനെ ശക്തിപ്പെടുത്തുന്ന പകലായത് മാറുകയാ. വിശ്വസിച്ചാൽ ഇന്ന് പകൽ നിന്റെ മേൽ ഒരാത്മമണ്ഡലം തുറക്കപ്പെടുകയാ. യെസ് യെസ് യെസ്. ഓ ശബ റബ ഉത്തമന റബക്ഷല റബത്തുന വൈഷ് ചൂടൽ കം തുര തിബ റബക്ഷ. യേശുവിൻ നാമത്തിൽ അത്തരങ്ങളുടെ കെട്ടുകൾ പൊട്ടിമാറട്ടെ. അവയവങ്ങളെ ബലഹീനമാക്കുന്ന, അവയവങ്ങളെ തളർത്തുന്ന, അവയവങ്ങളെ കട്ടുകഴിക്കുന്ന ആ കെട്ടുകൾ പൊട്ടിമാറാൻ കൽപ്പിക്കുക. യെസ്. ദൈവശക്തി. ഓ റബല ശതല റകമ ചൂടരദലഗ ശംദലദല വൈഡസ് ഹാദലദല വൈ ശക്കമനഗഡഗസ്. പരിശുദ്ധാത്മാവേ, സാന്നിധ്യത്തിനായി നന്ദിയപ്പ. നിറവിന്റെ അനുഭവം ആത്മാവിൽ മുക്കുന്ന, ആത്മാവിൽ നിറയ്ക്കുന്ന, അഭിഷേകം ചെയ്യുന്ന ആത്മമണ്ഡലങ്ങൾക്കായി നന്ദിയപ്പ. യെസ് 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 യെസ്. ഓറിബ ഹത്തല റൗഷ്മന ഹത്തൽ അടല ജഗദ റിക്ക ബൗഷ ധീര ചാന സത്തർ ചാര അൽക്കബദാദല ഹത്തല ബൗഷല ധിവരബ സത്തർ. യേശുവിന്റെ നാമത്തിൽ ജയമെടുക്കുന്നു. ഓ റബ സത്ത റിക ബൗഷ ചാല ധാര അർത്ത ബാര സത്തർ ചാര ധൂര മാന ശംദ ധീര ജഗന ഋദന ഷാധ റിക ബൗഷ അർബല ധീവര സത്തർ കൽക ചാല സത്ത ധിക മാര ശസിക ബഷസ ഓ റബ ശത്തൽ പ്രൗഢ സൈദർ കമ ധീര സത്ത ധര സൈദ ചാ ദുർഗ ചാദ വൈഷ ചാല ധിവര. യെസ്. ഓ ശാല റസിക ബാബ ബഷ അൽകോ നാശ റത നിത അൽബർക്കത റക ലേശ റൗഠ അംബരത ലേശ മാന സത്ത റദ. യെസ്. പരിശുദ്ധാത്മാവേ, നന്ദി. ഓ റബല ശിഗദല ഉഡബലദല ഹത്തലദല ബൗഷ്മറാസിയാത് ജീവനദല ബൗഡബല ബസി. യെസ്. ആത്മാവുള്ളിടത്ത് സ്വാതന്ത്ര്യമുണ്ട്. ആത്മാവുള്ളിടത്ത് കെട്ടുകൾ പൊട്ടിമാറും. ആത്മാവുള്ളിടത്ത് രോഗങ്ങൾ സൗഖ്യമാക്കും. ആത്മാവുള്ളിടത്ത് സ്വാതന്ത്ര്യം വെളിപ്പെടും. ആത്മാവുള്ളിടത്ത് ചലിക്കും. ആത്മാവുള്ളിടത്ത് പൈശാചിക ബന്ധനങ്ങൾ അഴിയും. ആത്മാവുള്ളിടത്ത് വ്യക്തമായ ദൈവ പ്രവൃത്തിയുടെ അത്ഭുതങ്ങൾ വെളിപ്പെടും. അടയാളങ്ങൾ വെളിപ്പെടും. വീര്യപ്രവൃത്തികൾ വെളിപ്പെടും. പരിശുദ്ധാത്മാവിന്റെ ചലനം. യെസ്. ഷാബര ഹത്തല ധേരക റത്തല ഹത്തല ബൗഡസ് അപരദരത്തര ബൗഷൽ കബരബ റബന ഷാദം ചൂടബരദല സത്തരദല വിക്കബര ശംദല ബൗഡസ്. യേശുവേ കൃപ. പരിശുദ്ധാത്മാവേ കൃപ. സ്വർഗപിതാവേ മഹത്വം. Jesus. Yes. Oh Rabana siha tara.
കൊള്ളാകുന്നവർ തെളിയട്ടെ, കൊള്ളാകുന്നവർ തെളിയട്ടെ, കൊള്ളാക്കുന്നവർ തെളിയട്ടെ. യെസ് യെസ് യെസ്, കൊള്ളാക്കുന്നവർ തെളിയട്ടെ. ദൈവകൃപയാൽ ചിലത് ജ്വലിക്കട്ടെ, ജ്വലിക്കട്ടെ. ചില കൃപകൾ ജ്വലിച്ചു വരട്ടെ, ജ്വലിച്ചു വരട്ടെ. അവസ്ഥകൾക്ക് മാറ്റം വരട്ടെ, സ്ഥിതികൾക്ക് മാറ്റം വരട്ടെ. ഓരവശത്തല ഭൗഷമന ഹത്തല ഘടകം മേശമേൽ ശുശ്രൂഷിക്കാൻ തെരഞ്ഞെടുത്തവന് അത്ഭുത ശുശ്രൂഷയ്ക്ക് ശക്തീകരിച്ച അഭിഷേക വ്യാപാരം. യെസ് വർഷസി റൈഡ സത്തർക്കരാധന. യെസ് 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 യെസ്. സാമാന്യർ 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 പഠിപ്പില്ലാത്തവർ അവരെ ശക്തമായി അഭിഷേകത്തിൽ ഉപയോഗിച്ചെങ്കിൽ ആ ദൈവശക്തി ഇന്നും ശംദല ഭൗഷല ഹർത്തല ഭൗഡൻ. ഓരിമസേ വാഴ്ഷറിമനസ്യ ചൂടൽ കർക്കമന ഘടകസ ജീവാരിവൽക്കര. ഹല്ലേലൂയ. ഉറശോ ജീവൽ പ്രമസരിമശാലസിയ ഉടന്തര കമനരബസിയ. ഹല്ലേലൂയ. കൃപ 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 കൃപ. ദൈവമഹത്വം ദൈവമഹത്വം. ഹല്ലേലൂയ. ഗ്ലോറി മനശാന്തലേ. ദൈവത്തിന് മഹത്വം, രക്ഷിതാവിന് മഹത്വം. കരമുയർത്തി ശക്തിയോടെ സ്തോത്രം ചെയ്യാം. വിശ്വസിച്ചാൽ ദൈവത്തിന് മഹത്വം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പം നമ്മെക്കുറിച്ചൊരു ദൈവിക പദ്ധതിയുണ്ട്. എതിർപ്പുകൾക്ക് നടുവിൽ ബന്ധിക്കപ്പെട്ട ജീവിതങ്ങളെ വിടുവിക്കാൻ ആ പ്രവൃത്തി ചെയ്ത് മുന്നോട്ട് വരുമ്പോൾ കർത്താവിൻ്റെ മഹത്വം, അവൻ്റെ വീര്യപ്രവൃത്തികൾ, അവൻ ആരാണെന്ന് വെളിപ്പെടുത്തപ്പെട്ടപ്പോൾ ശിഷ്യന്മാർ കർത്താവിനെ വാഴ്ത്താൻ തുടങ്ങി, കർത്താവിനെ പുകഴ്ത്താൻ തുടങ്ങി, ദൈവത്തെ ഉയർത്താൻ തുടങ്ങി. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ കർത്താവ് സകല ദേവന്മാരെക്കാളും വലിയവനാണ്. സകല ദേവന്മാരെക്കാളും വലിയവനാണ്. സ്തോത്രം. ഇത് പലപ്പോഴും നമുക്ക് മനസ്സിലായിട്ടില്ല. നമുക്കിത് പലപ്പോഴും മനസ്സിലായിട്ടില്ല. നമ്മുടെ കർത്താവ് ആരാണെന്ന് പലപ്പോഴും മനസ്സിലാക്കാൻ പറ്റാതെ പോകുന്നു. 2 ശമൂവേൽ
7-ാം അധ്യായത്തിൻ്റെ 21 മുതലൊന്ന് വായിച്ചു. 2 Samuel chapter 7 verse 21 യഹോവേ, നീ അടിയനെ അറിയുന്നു. നിന്റെ വചനം നിമിത്തവും നിന്റെ പ്രസാദ പ്രകാരവുമല്ലോ നീ ഈ വൻ കാര്യമൊക്കെയും ചെയ്തത് അടിയനെ അറിയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് കർത്താവായ യഹോവേ, നീ വലിയവനാകുന്നു. നിന്നെ പോലെ ഒരുത്തനുമില്ല. ഞങ്ങൾ സ്വന്തം ചെവി കൊണ്ട് കേട്ടതൊക്കെയും ഓർത്താൽ നീ അല്ലാതെ ഒരു ദൈവവുമില്ല. ആമേൻ, ആമേൻ. ആ വാക്യം ഒന്ന് അടിവര ഇട്ട് വെച്ചേക്കണേ. സ്തോത്രം. എന്താ വായിച്ചത്? നിന്നെ പോലെ ഒരുത്തനുമില്ല. ഞങ്ങൾ സ്വന്തം ചെവി കൊണ്ട് കേട്ടതൊക്കെയും ദൈവമേ, നിന്നെ പോലെ വേറൊരു ദൈവം ഇല്ല. തുല്യം വയ്ക്കാനില്ലാത്ത, മറ്റൊരുത്തനും അവകാശം പറയാൻ കഴിയാത്ത ശക്തിയുള്ള വലിയവനായ ദൈവം. പ്രൈസ് ദി ലോർഡ്. ദാവീദ് പറഞ്ഞത്, നിന്റെ വചനപ്രകാരവും നിന്റെ പ്രസാദപ്രകാരം. അങ്ങനെയല്ലേ 21-ാം വാക്യം ഒന്നുകൂടെ വായിച്ച സിസ്റ്റർ. യഹോവേ, നീ അടിയനെ അറിയുന്നു. നിന്റെ വചനം നിമിത്തവും നിന്റെ പ്രസാദ പ്രകാരവുമല്ലോ നീ വൻ കാര്യമൊക്കെയും ചെയ്ത്. ദൈവം വലിയ കാര്യങ്ങൾ ചെയ്യും. എപ്പോൾ? വചനം നിമിത്തവും പ്രസാദപ്രകാരവും. സാക്ഷാൽ ഞാനും നിങ്ങളും വചനത്തിന് സ്ഥാനം കൊടുത്താൽ, ദൈവപ്രസാദമായി ചെയ്യാൻ തയ്യാറായാൽ, നിനക്കു വേണ്ടി വലിയ കാര്യങ്ങളെ ചെയ്യാൻ കർത്താവ് ശക്തനാ. മനസ്സിലാകുന്നവർ കരമുയർത്തി സ്തോത്രം ചെയ്തോ. വെറുതെ ഒന്നും ദൈവപ്രവൃത്തി കിട്ടത്തില്ല. ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തി നമ്മിൽ വെളിപ്പെടണമെങ്കിൽ, നമ്മിൽ കൂടെ ചെയ്യണമെങ്കിൽ നാം വചനത്തിന് സ്ഥാനം കൊടുക്കണം. ചിലർക്ക് വചനവും വേണ്ട, ആത്മാവും വേണ്ട, ദൈവപ്രസാദവും വേണ്ട, എല്ലാം കിട്ടണം. പ്രൈസ് ദി ലോർഡ്. ചില ആൾക്കാർ സകല യോഗത്തിനും വന്നിരിക്കും, ഒരു വിടുതലും നടക്കില്ല. വചനം ഏറ്റെടുക്കത്തില്ല, ദൈവപ്രസാദമായ ജീവിത ക്രമീകരണം ഉണ്ടാവില്ല, വിശുദ്ധിക്ക് മൂല്യം കൊടുക്കത്തില്ല, അവരുടെ ജീവിതത്തിൽ ഒരു ദൈവപ്രവൃത്തിയും വെളിപ്പെടുന്നില്ല. ഞാൻ ചില വർഷങ്ങൾക്ക് മുമ്പ് പോത്താനിക്കാട് എന്ന സ്ഥലത്ത് ഒരു മീറ്റിങ്ങിന് പോയപ്പോൾ ഹോള് നിറച്ച് ജനമിരിക്കുക. 40 ദിവസത്തെ ഉപവാസപ്രവർത്തനം, 39-ാം ദിവസം. ഇപ്പം അതിനകത്ത് 9 പേരുടെ ഒരു ഗണം പ്രാർത്ഥന ആരംഭിക്കും പോലെ ഇങ്ങനെ ഇരുന്ന് ആടിക്കൊണ്ടിരിക്കും. ഈ ആട്ടം ഇളകിക്കൊണ്ടിരിക്കും. പിന്നെ വന്നിരിക്കുന്ന ജനത്തിനകത്ത് ഒരു 28ഓളം പേര് പൈശാചിക ബന്ധനമുള്ളവരുണ്ട്, പല രോഗമുള്ളവരുണ്ട്, അല്ലാത്തവരുണ്ട്, നിറച്ച ആളുണ്ട്. ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുക ദൈവാത്മാവ് പറഞ്ഞു, ആ 9 എണ്ണത്തിന് ഒരു വിടുതലുമില്ല. കാരണം ദൈവത്തെ അറിഞ്ഞിട്ട്, സത്യം അറിഞ്ഞിട്ട് പാപം ചെയ്ത് ബന്ധിക്കപ്പെട്ടു. അവർക്ക് മാനസാന്തരമില്ല. മനം തിരിഞ്ഞ് കരഞ്ഞ് ഏറ്റുപറയാത്തിടത്തോളം ഒരു വിടുതലുമില്ല. അന്ന് രാത്രി 12:45 വരെ ഞാൻ ശുശ്രൂഷിച്ചു. 28 എണ്ണത്തിൻ്റെ വിടുതൽ അവിടെ പൈശാചി വന്നിട്ട് വിടുവിക്കപ്പെട്ടു. പക്ഷെ ഈ 9 എണ്ണത്തിന് ഒരു ഗുണവും വന്നില്ല. ഒരു കാര്യം ഞാൻ ഓർപ്പിക്കാം, ദൈവം പ്രവർത്തിക്കുന്ന വചനത്തിൻ്റെ അടിസ്ഥാനത്തിലും ദൈവപ്രസാദമായ ഒരുക്കത്തിലുമാണ്. അതുകൊണ്ട് വചനത്തിന് സ്ഥാനം കൊടുത്ത് ദൈവത്തിന് പ്രസാദമായത് ചെയ്യാൻ, പാപത്തെ വിട്ട്, അശുദ്ധിയെ വിട്ട്, ലക്ഷ്യം തെറ്റിയ സ്ഥാനത്ത് മടങ്ങി വന്ന് ഒരുക്കപ്പെടാൻ തയ്യാറായാൽ ദൈവത്തിൻ്റെ വീര്യപ്രവൃത്തി വെളിപ്പെടും. ദൈവമേ, നിന്റെ വചന നിമിത്തവും നിന്റെ പ്രസാദപ്രകാരവും അല്ലോ നീ വൻകാര്യമൊക്കെയും അടിയനെ അറിയിച്ചിരിക്കുന്നത്. ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തികൾ അറിയിച്ചു കിട്ടിയതിൻ്റെ പിന്നിൽ 2 കാര്യം: വചനവും ദൈവപ്രസാദവും. വചനത്തിന് സ്ഥാനം കൊടുത്തോ, ദൈവത്തിന് പ്രസാദമുള്ള കാര്യങ്ങൾ ചെയ്യുക, ദൈവം നിനക്ക് വേണ്ടി വൻകാര്യം ചെയ്യും. ഇനി ദൈവം നമുക്ക് വേണ്ടി മാത്രം പ്രവർത്തിക്കുന്നവനല്ല, ഭാവി തലമുറയ്ക്കൂടെ പ്രവർത്തിക്കുന്നവനാ. പ്രൈസ് ദി ലോർഡ്. ഇതിവിടെ നിന്നോട്ടെ. യെശയ്യാ 8-ന്റെ
18 Isaiah chapter 8 verse 18. ഇതാ ഞാനും യഹോവ എനിക്ക് തന്ന മക്കളും സിയോൻ പർവ്വതത്തിൽ അധിവസിക്കുന്ന സൈന്യങ്ങളുടെ യഹോവയാൽ ഇസ്രായേലിൽ അടയാളങ്ങളും അത്ഭുതങ്ങളും ആയിരിക്കുന്നു. ആമേൻ. ഇതാ ഞാനും നീ എനിക്ക് തന്ന മക്കളും ഞങ്ങൾ സിയോൻ പർവ്വതത്തിൽ അധിവസിക്കുന്ന സൈന്യങ്ങളുടെ യഹോവയാൽ ഇസ്രായേലിൽ അടയാളങ്ങളും അത്ഭുതങ്ങളുമായിരിക്കുന്നു. ഓർക്കുക, നമുക്കും നമ്മുടെ തലമുറകൾക്കും വേണ്ടി നമ്മെ അത്ഭുത വിഷയമാക്കാൻ, അടയാളമാക്കാൻ സർവശക്തനായ ദൈവത്തിന്റെ സാന്നിധ്യമുണ്ട്. ഇന്ന് പകൽ ജീവിതത്തിന്റെ മേഖലകളിൽ ഏതൊക്കെയോ മണ്ഡലങ്ങളിൽ ഞെരങ്ങി കുറുകി ഭാരപ്പെടുമ്പോൾ ദൈവത്തിന്റെ ആത്മാവിന് വ്യക്തിത്വങ്ങളോട് തലമുറ വിളിച്ചറിയിപ്പല്ല ദൂത്. ദൈവം നിന്നെ ഒരു അതിശയ വിഷയമാക്കും, നിന്റെ തലമുറയെ അതിശയ വിഷയമാക്കും. ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടും. അതിശയ വിഷയമായി, അടയാളമായി, മറ്റുള്ളവർക്ക് കാണത്തക്കവണ്ണം ദൈവത്തിന്റെ പ്രവൃത്തി തെളിയിക്കാൻ ദൈവം ശക്തനാണ്. ഈ പകൽ വിശ്വസിച്ചോ. നാളുകളായി ഞെരങ്ങി ഭാരപ്പെടുമ്പോൾ ഒരു സത്വാർത്ത വെളിപ്പെടാൻ, ഒരു സത്വർത്താനം വെളിപ്പെടാൻ, ഒരു അതിശയ വിഷയമാക്കാൻ എന്റെ ദൈവത്തിന് പദ്ധതിയുണ്ട്. എനിക്ക് കഴിഞ്ഞ ദിവസം ഒരു സ്ഥലത്തെ മീറ്റിങ്ങിന് അയ്യൂര് ഒരു കൺവെൻഷൻ ബന്ധത്തിൽ അവിടെ ഒരു മീറ്റിങ്ങിൽ ശുശ്രൂഷ ഓർഡർ കോൾ കൊടുത്ത ആൾക്കാരെ വിളിച്ചപ്പോൾ ആ കൂട്ടത്തിൽ ഒരു പാസ്റ്ററും പ്രാർത്ഥനയ്ക്ക് വന്ന് നിന്നു. പ്രാർത്ഥന കഴിഞ്ഞ ഉടനെ എന്നെ കെട്ടിപ്പിടിച്ച് കരഞ്ഞ ചെല്ലു പറഞ്ഞു, എന്നെ അറിയൂ? ഞാൻ പറഞ്ഞു, ഓർക്കുന്നില്ല. 21 കൊല്ലം മുമ്പേ സാറ് കാസർഗോഡ് ഒരു രാത്രി മീറ്റിങ്ങിന് പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിലെ കള്ളു കുടിച്ചിട്ട് നടന്നുപോയ വ്യക്തിയായിരുന്നു ഞാൻ. അങ്ങനെ കള്ളു കുടിച്ച് നടന്നു പോകുമ്പോൾ പ്രാർത്ഥനയ്ക്ക് കയറിയിരിക്കാം എന്ന് വിചാരിച്ചുകൊണ്ട് അവിടെ കയറി വന്ന് ആ പുറകിലിരിക്കുമ്പോൾ പ്രസംഗത്തിൻ്റെ ഇടയ്ക്കുന്ന് സാർ ഓടി വന്നിട്ട് എൻ്റെ തല കൈവച്ചു പറഞ്ഞു, നിന്നെ ഞാൻ രൂപപ്പെടുത്തി ഒരുക്കിയെടുത്ത് ഞാൻ എൻ്റെ വേലയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്ന നാളും കാലവുമുണ്ട്. അങ്ങനെ രൂപപ്പെട്ട കർത്തൃവേലയ്ക്ക് വേണ്ടി ഇറങ്ങിയ വ്യക്തിയാണ് ഞാൻ. ഓർക്കുക, 21 വർഷത്തിനു മുമ്പ് കള്ളുകുടിച്ച് വന്നിരുന്നവൻ്റെ തലയിൽ കൈവച്ച് ആത്മാവ് പറഞ്ഞ ദൂത് അവനെ കർത്തൃവേലയ്ക്ക് പ്രയോജനമുള്ളവനാക്കി മലപ്പുറം ജില്ലയിൽ മുക്കത്ത് പ്രവർത്തനാക്കി നിർത്തിയിരിക്കുന്നെങ്കിൽ ആ ദൈവം ഇന്നും ജീവിക്കുന്നു. അവൻ അരുളി ചെയ്ത് അങ്ങനെ സംഭവിക്കും. പ്രൈസ് പ്രൈസ് ആമേൻ. നൂറുകണക്കിന് സാക്ഷ്യങ്ങൾ എനിക്ക് പറയാനുണ്ട്. ചില മാസങ്ങൾക്ക് മുന്നമേ ABC കേരള സ്റ്റേറ്റ് പ്രയർ ബോർഡിനോട് ബന്ധത്തിൽ ഒരു മീറ്റിങ്ങിന് കണ്ണൂർ ചെന്നപ്പോൾ ഒരു സഹോദരൻ, ഇപ്പോൾ അദ്ദേഹം ഒരു ഇവാഞ്ചലിസ്റ്റ് ആയിരിക്കുക, 3 ചാടം വണ്ടിയിൽ അദ്ദേഹം ഇരുന്നുകൊണ്ട് എന്നെ കണ്ടപ്പോൾ കരയുക. എൻ്റെ കയ്യിലേക്കൊരു ബുക്ക്ലെറ്റ് തന്നു. അതിനകത്ത് അടയാളപ്പെടുത്തിയൊരു ഭാഗം വായിക്കാൻ പറഞ്ഞു. അദ്ദേഹത്തിന് ശരിക്ക് വാക്കുകൾക്ക് സ്ഫുടത ഇപ്പം ഇല്ല. ഏതാണ്ട് 23 വർഷത്തിന് മുമ്പേ അങ്ങാടിക്കടവെന്ന സ്ഥലത്ത് വെച്ച് ഇരുട്ടിക്കപ്പുറത്തൊരു മീറ്റിങ്ങിൽ ഇദ്ദേഹത്തോട് ദൈവത്തിൻ്റെ ആത്മാവ് ഇടപെട്ടു. നീ ആത്മീകനാണെന്ന് പറഞ്ഞ് ദൈവിക ലക്ഷ്യത്തിൽ നകന്ന് പ്രമാണത്തിൽ നിന്ന് തെറ്റി മനം തിരിഞ്ഞ് മടങ്ങി വരാൻ ചുരുങ്ങിയൊരു സമയം നിനക്ക് തരുന്നു. മനം തിരിഞ്ഞ് മടങ്ങി വന്നില്ലെങ്കിൽ ഞാൻ നിന്നെ ഒടിച്ചു നുറുക്കുന്ന ദിവസങ്ങളുണ്ട്. അദ്ദേഹം ഡയറിക്കകത്ത് എഴുതി വെച്ചു. മത്തായി പാസ്റ്റർ പറഞ്ഞു, മാനസാന്തരപ്പെട്ട് മടങ്ങി വന്നില്ലെങ്കിൽ ഒടിച്ചു നുറുക്കും. ഡയറിയിൽ എഴുതി വെച്ചു. മാസങ്ങൾ ചിലത് കഴിഞ്ഞു. തടിയുടെ പണി ചെയ്യുമ്പോൾ മരത്തിൻ്റെ കമ്പടിച്ച് തലപൊട്ടി കൈകാലുകൾക്ക് ഒടിച്ചിൽ പറ്റി വാരിയലൊടിഞ്ഞു. ആന്തരികവയവങ്ങൾക്ക് ക്ഷതം വന്നു. അദ്ദേഹം ഹോസ്പിറ്റലിലായി, വളരെ ക്രിട്ടിക്കൽ സ്റ്റേജിലായി. പക്ഷേ
അവിടെ നിന്ന് അദ്ദേഹം ഉണർന്നു. ഒരുവിധം ബോധം തെളിഞ്ഞ് സംസാരിക്കാൻ അവസരം കിട്ടിയപ്പോൾ ഭാര്യയോട് പറഞ്ഞു, ഡയറി എടുത്തുകൊണ്ട് ഡയറി കൊണ്ടുവന്നു, വായിച്ച് കേൾപ്പിച്ചു. ഇതാണ് ഭാരപ്പെടേണ്ട, ഇതാന്ന് മാനസാന്തരപ്പെടാത്തത് കൊണ്ട് ഒടിച്ചു നുറുക്കപ്പെട്ടതാണ്. ഇപ്പോൾ അദ്ദേഹം അവിടെ നിന്നൊക്കെ എഴുന്നേറ്റ് 3 ചാടം വണ്ടിയിൽ ട്രാക്റ്റ് ബുക്ക്ലെറ്റുകൾ ഒക്കെ കൊണ്ടു നടന്ന് എല്ലായിടത്തും കൊടുത്തുകൊണ്ടിരിക്കുക. സ്തോത്രം. ഫുൾ ടൈം സുവിശേഷീകരണം. എല്ലാ ദിവസവും അദ്ദേഹം മെസ്സേജ് ഇടും, ആരോഗ്യമുണ്ടെങ്കിൽ ആരാധന മുടക്കരുത്, ആരോഗ്യമുണ്ടെങ്കിൽ കൂട്ടായ്മ മുടക്കരുത്. സ്തോത്രം. കാണുന്നവർക്കൊക്കെ കിട്ടുന്ന നമ്പറിലൊക്കെ അതേ ഇങ്ങനെ മെസ്സേജ് ഇടുക. ഓർപ്പിച്ചത്, ദൈവത്തിന് നമ്മെ പണിയാനുണ്ട്, ദൈവത്തിന് നമ്മെ ഉപയോഗിക്കാനുണ്ട്, ദൈവത്തിന് നമ്മെ ഒരുക്കാനുണ്ട്. ദൈവം അതിശയങ്ങളെ ചെയ്യുന്നവന്, വീര്യപ്രവൃത്തിയെ ചെയ്യുന്നവന്, അവൻ വലിയ ദൈവമാണ്. മറ്റൊരു ദൈവത്തിനും മറ്റൊരുത്തരും അവകാശം പറയാൻ കഴിയാത്ത വലിപ്പം, അവകാശം പറയാൻ കഴിയാത്ത അധികാരം, അവകാശം പറയാൻ കഴിയാത്ത ശക്തി ഉള്ളൊരു ദൈവത്തെയാണ് നാം സേവിക്കുന്നത്. പലപ്പോഴും ദൈവമക്കളെ ദൈവത്തിൻ്റെ വലിപ്പം അറിഞ്ഞിട്ടും നാം ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം, ദൈവത്തിന് കൊടുക്കേണ്ട ആരാധന, ദൈവത്തെ ബഹുമാനിക്കേണ്ട ബഹുമാനം കൊടുക്കാതെ പലപ്പോഴും പിശാചിനെ, അന്യാരാധന ശക്തികളെ വലുതായി കണ്ട് ഭയപ്പെട്ട് മനുഷ്യ വാക്കുകളിൽ കുടുങ്ങി ബന്ധിക്കപ്പെട്ടു പോകുകയാണ്. ഇന്ന് പകൽ ഓർപ്പിക്കട്ടെ, നിന്റെ ദൈവം വലിയ ദൈവമാണ്. ഒരു പിശാചും വലുതല്ല, ഒരു അന്യാരാധന ശക്തിയും വലുതല്ല, ഒരാഭിചാര ശക്തിയും വലുതല്ല, ഒരന്യായ ശക്തിയും വലുതല്ല. നീ ദൈവം വലിയതെന്ന് മനസ്സിലാക്കി ദൈവത്തിന് മഹത്വം കൊടുക്ക. ഒരു ശക്തിക്കും നിന്നെ തൊടാൻ സാധ്യമല്ല. ഒരന്യായ ശക്തിക്കും നിന്നിലോ, നിന്റെ കുടുംബത്തിലോ, നിന്റെ അവകാശത്തിലോ, നിനക്കുള്ളതിലോ വാദിച്ചു നിൽക്കാൻ കഴിയത്തില്ല. വലിയവനായ ദൈവം നിന്നോട് കൂടെ, നിന്റെ ഭവനത്തിൽ, നിന്റെ അവകാശത്തിൽ, നിനക്കുള്ളതിൽ അവൻ വലിയവൻ. ജീസസ്, ജീസസ്, ജീസസ്. ഹല്ലേലൂയ. ആരെങ്കിലുമൊക്കെ പറയണ കേട്ട് പിശാച് വലുതെന്ന് പറഞ്ഞിരിക്കരുത്. പലർക്കും അങ്ങനെയുള്ളൊരു ഭയം, വരത്തുപോക്ക്, അവിടെ കുടിയിരിക്കുന്നത്. ആയിക്കോട്ടെ, നീ ദൈവത്തിന് മഹത്വം കൊടുക്കുക. ദൈവം വലുതാണെന്ന് നീ വിളിച്ചു പറ, എപ്പോഴും പറ, എൻ്റെ ദൈവം വലിയവൻ, എൻ്റെ ദൈവം വലിയവൻ, എൻ്റെ ദൈവം മഹത്വമുള്ളവൻ. പ്രൈസ് ദി ലോർഡ്. കർത്താവ് എന്താ പറഞ്ഞത്? ഞാൻ അവരിൽ വസിക്കുകയും അവരുടെ ഇടയിൽ നടക്കുകയും ചെയ്യും. ഞാൻ അവർക്ക് ദൈവവും അവർ എനിക്ക് ജനവും. ഇപ്പൊ നമ്മിൽ വസിച്ച് നമ്മുടെ കൂടെ നടന്ന് നമുക്ക് ദൈവമായിരിക്കുന്ന നമ്മുടെ ദൈവം വലിയവൻ. പാട്ടൊക്കെ നമ്മൾ പാടാറുണ്ടല്ലേ? നമ്മുടെ ദൈവത്തെ പോൽ വലിയ ദൈവം ആരുള്ളൂ, നമ്മുടെ ദൈവത്തെ പോൽ വലിയ ദൈവം ആരുള്ളൂ. അല്ലേ? നമ്മുടെ ദൈവത്തെ പോലെ വേറെ വലിയ ദൈവമില്ല. പിന്നെ എന്തിനാ പിശാചിനെ പേയ്ക്ക്? സ്തോത്രം. മിനിഞ്ഞാന്ന് ഞാൻ ചെന്നിടത്ത് ഒരു പിശാചളി, ഒരു സ്ത്രീയിൽ കുറെ പേരൊക്കെ പറഞ്ഞു, ഇവിടെയും കൊണ്ടേ പോകൂ. ഇല്ല, ഇവിടെ കൊണ്ടാൻ പറ്റില്ല. സകല ജഡത്തിൻ്റെയും സകല ആത്മാവിൻ്റെയും സകല പ്രാണൻ്റെയും ഉടയവൻ വലിയവനായ ദൈവം. പിശാചിനൊരു ഒറ്റ വ്യക്തിയെ കൊണ്ടാൻ ഒക്കത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഇപ്പം നമ്മെ ഭയപ്പെടുത്തുന്ന ശത്രുവിൻ്റെ ശക്തികൾക്ക് നടുവിൽ
ഭയപ്പെടാതെ നിൽക്കാൻ എൻ്റെ ദൈവം വലിയവനാണെന്ന് നീ എപ്പോഴും പ്രഖ്യാപിക്കണം. വലിയ ദൈവത്തിൻ്റെ ശക്തി അത് തിരിച്ചറിയണം. പെന്തിക്കോസി വന്നിട്ട് വർഷങ്ങളും കാലങ്ങളും ആണ്ടുകളും ഒക്കെ ആയിട്ടും എല്ലാം അറിഞ്ഞിട്ട് ഇപ്പോഴും പേടി പിശാചിന്. രക്ഷപ്പെടാൻ പാടാ. ദൈവത്തെ ഭയപ്പെടണം. ദൈവത്തെ ഭയപ്പെടണം. ദൈവം വലിയവനാണെന്ന് മനസ്സിലാക്കണം. ആ ദൈവത്തിന് എപ്പോഴും മഹത്വം കൊടുത്തുകൊണ്ടിരിക്കണം. ദൈവത്തിൻ്റെ വീര്യപ്രവൃത്തി കണ്ട ശിഷ്യന്മാരുടെ കൂട്ടം കർത്താവിനെ പുകഴ്ത്തി, അവൻ്റെ പ്രവൃത്തികളെ, ക്രിയകളെ പുകഴ്ത്തി, അവൻ്റെ മഹത്വത്തെ അവർ വർണ്ണിക്കാൻ തുടങ്ങി. ഇന്ന് പകലും നാം ദൈവത്തിൻ്റെ പ്രവൃത്തികളെ വർണ്ണിക്കണം. അവൻ വലിയ ദൈവം. ആ ദൈവത്തിൻ്റെ വലിപ്പം, അവൻ കൈപ്പണിയായി ക്ഷേത്രങ്ങൾ വസിക്കുന്നവനല്ല, അവൻ മനുഷ്യന് വസിക്കുന്നവനാണ്. അവൻ മാത്രമല്ല, അവൻ്റെ ആത്മാവ്, മഹത്വത്തിൻ്റെ ആത്മാവായ ദൈവാത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവല്ലോ. അവ കർത്താവുണ്ട്, ദൈവത്തിൻ്റെ ആത്മാവുണ്ട്. ആത്മാവ് നമ്മിൽ വസിക്കുന്നു. ദൈവാത്മാവിൻ്റെ ശക്തി സകല പൈശാചിക ശക്തികളെയും കാൽക്കീഴയാക്കാനുള്ള ശക്തിയാണ്. പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകല ബലത്തെയും ചവിട്ടാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തന്നിരിക്കുന്നു. ഏതു ബലത്തെയും ചവിട്ടാനുള്ള അധികാരം ദൈവം തന്നിരിക്കുക. ആ അധികാരം നിന്റെ മേൽ വെളിപ്പെട്ടാൽ പിന്നെ നീ എന്തിനാ പിശാചിനെ പേടിക്കുന്നത്, ആഭിചാരത്തെ പേടിക്കുന്നത്, ലക്ഷണവിദ്യയെ പേടിക്കുന്നത്, മന്ത്രവാദത്തെ പേടിക്കുന്നത്? ഭയപ്പെടരുത്. സ്തോത്രം. ഈ വലിയ ദൈവത്തിൻ്റെ ശക്തി സ്തേഫാനോസിൻ്റെ മേൽ വ്യാപരിച്ചപ്പോൾ സ്തേഫാനോസ് മുഖാന്തരം ജനത്തിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും, അങ്ങനെയല്ലേ അപ്പോസ്തലപ്രവൃത്തി 6-ാം അധ്യായത്തിൽ എഴുതിയിരിക്കുന്നത്? പ്രൈസ് ദി ലോർഡ്. അനന്തരം സ്തേഫാനോസ് കൃപയും ശക്തിയും നിറഞ്ഞവനായി ജനത്തിൽ വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്തു. സ്തേഫാനോസ് കൃപയും ശക്തിയും നിറഞ്ഞവനായി. അങ്ങനെയാണെങ്കിൽ ഈ ശക്തി, ഈ കൃപ ഇന്ന് പകലൊന്ന് നിറയാൻ ഏൽപ്പിച്ചു കൊടുക്കാമോ? നിന്നിൽ കൂടെ ദൈവപ്രവൃത്തി വെളിപ്പെടും. പ്രായം വിഷയമല്ല, നിന്നിൽ കൂടെ ദൈവപ്രവൃത്തി വെളിപ്പെടും. ആണാണോ പെണ്ണാണോ ദൈവത്തിന് വിഷയമല്ല. ദൈവം പ്രവർത്തിക്കാൻ തൻ്റെ ശക്തി ആരിൽ വ്യാപരിക്കുമോ അവരിൽ കൂടെ പ്രവർത്തിപ്പാനിടയായിത്തീരും. ഞാൻ ശുശ്രൂഷ ആരംഭിച്ചത് ബൈബിൾ കോളേജിൽ പഠിച്ച് പിന്നെ ഡിഗ്രി സർട്ടിഫിക്കറ്റും മേടിച്ച് പാസ്റ്റർ ഓർഡിനേഷനും മേടിച്ച ശേഷമൊന്നുമല്ല. ദൈവം ഒരു പ്രഭാതം പ്രാർത്ഥനയിലിരിക്കുമ്പോൾ എൻ്റെ മേൽ കൃപാവരം പകർന്നു. അന്ന് പോലീസാണ്. ആ പോലീസിലെ ജോലിയോടിരിക്കുമ്പോൾ തന്ന കൃപാവരത്തിൽ ശുശ്രൂഷ ആരംഭിച്ചു. പിന്നെ ദൈവം പറഞ്ഞപ്പോൾ ജോലി വിട്ടിറങ്ങി ബൈബിൾ കോളേജിൽ പഠിച്ചു, സർട്ടിഫിക്കറ്റ് വാങ്ങി, ഓർഡിനേഷൻ കിട്ടി. അത് വേറെ. ഞാൻ പറഞ്ഞു ദൈവ ശുശ്രൂഷ ചെയ്യാൻ പാസ്റ്റർ ആവണമെന്നില്ല. പ്രൈസ് ദി ലോർഡ്. എന്തോ വേണം? കൃപ ശക്തി, കൃപ ശക്തി, ദൈവ കൃപ, ദൈവ ശക്തി, പരിശുദ്ധാത്മാവിന്റെ ശക്തിയും കൃപയും സ്തേഫാനോസിൽ വെളിപ്പെട്ടപ്പോൾ അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിച്ചു. അപ്പോസ്തലപ്രവൃത്തി 3-ാം അധ്യായത്തിൽ പത്രോസും യോഹന്നാനും സുന്ദരമെന്ന ദൈവാലയ ഗോപുരത്തിലേക്ക് ചെന്നപ്പോൾ അവരുടെ വാക്കിന്റെ മുന്നിൽ ഇതാ മുടന്തൻ കുതിച്ചെഴുന്നേറ്റു. അവർ വിളിച്ചു പറഞ്ഞു, ഞങ്ങൾക്ക് പൊന്നും വെള്ളിയും ഇല്ല, ഞങ്ങൾക്കുള്ള നിനക്ക് തരുന്നു നസ്രായനായ യേശുവിന്റെ നാമം, അവന്റെ ശക്തി, ഞങ്ങൾ പ്രാപിച്ച ശക്തി. ആ ശക്തിയാൽ മുടന്തൻ ചാടി എഴുന്നേറ്റു. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ദൈവം ഇന്നും പ്രവർത്തിക്കുന്നു കേട്ടോ, ഇന്നും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. കഴിഞ്ഞിട്ട് അങ്ങേ ആഴ്ച എൻ്റെ ചർച്ചിലെ ഒരു സഹോദരൻ ഞായറാഴ്ച എഴുന്നേറ്റ് സാക്ഷി പറയുന്നു, എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, ഹെർണിയ
വല്ലാതെ വീർത്ത്, വല്ലാതെ ഹെർണിയ വീർത്ത് ഭയങ്കര വേദനയായി. 2-3 ദിവസമായിട്ട് ശരിക്കും ഉറങ്ങാൻ പറ്റിയില്ല. ഡോക്ടറെ കണ്ടു, സ്കാൻ ചെയ്തു, ബ്ലഡ് ടെസ്റ്റ് ചെയ്തു, പലതും ടെസ്റ്റ് ചെയ്തു. അടുത്ത ദിവസം ഓപ്പറേഷൻ ചെയ്യാൻ ചെല്ലാൻ പറഞ്ഞേക്കാണ്. എല്ലാവരും പ്രാർത്ഥിക്കും. സാക്ഷ്യവാക്കൊക്കെ പറഞ്ഞ് എല്ലാവർക്കും പ്രാർത്ഥിച്ചു. ആരാധനയപ്പോൾ ഞാൻ അടുത്തെത്തി വെച്ച് പറഞ്ഞു, ഞാൻ അടുത്തെന്ന് പറഞ്ഞു, സഹോദര ഉപവാസ പ്രാർത്ഥനയുണ്ട്, പോയി അവിടെ ഇരിക്കുക, ഡോക്ടറൊക്കെ പിന്നെ കാണാം, ഡോക്ടറെ പിന്നെ കാണാം, ടെസ്റ്റ് പിന്നെ ചെയ്യാം, പോയി പ്രാർത്ഥനയ്ക്കിരിക്കും. തലയൊക്കെ വെച്ച് പ്രാർത്ഥിച്ചു. അദ്ദേഹം പ്രാർത്ഥനയ്ക്ക് വന്നിരുന്നു. പിറ്റേ ഞായറാഴ്ച അദ്ദേഹം വന്നു, സാക്ഷ്യത്തിന് എഴുന്നേറ്റു. പ്രിയമുള്ളവരെ, ഹെർണിയ വന്നു. ഡോക്ടർ ഓപ്പറേഷൻ പറഞ്ഞു. ഇവിടെ ഞാൻ സാക്ഷ്യം പറഞ്ഞപ്പോൾ പാസ്റ്ററിനോട് ഉപവാസ പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഞാൻ പോയിരുന്നു. എൻ്റെ ഹെർണിയ ഇപ്പം ഇല്ല, ആ മുഴയില്ല, ആ വേദനയില്ല. കർത്താവ് ഇന്നോ അത്ഭുതം ചെയ്യുന്നു, അതിശയം പ്രവർത്തിക്കുന്നു, അവൻ വീര്യം പ്രവർത്തിക്കുന്നു. മനുഷ്യർക്ക് അസാധ്യം, ഡോക്ടർമാരുടെ വിധികൾക്കപ്പുറത്ത് അത്ഭുതം ചെയ്യുന്ന ദൈവം. അനുദിനം അനുദിനം ദൈവപ്രവൃത്തിയെ അനുഭവത്തിൽ കാണുക. ഇത് നിങ്ങളിൽ കൂടെ ചെയ്യാൻ ദൈവം ആഗ്രഹിക്കും. നിങ്ങളിൽ കൂടെ ചെയ്യാൻ ദൈവം ആഗ്രഹിക്കും. എത്ര പേർ ഇന്ന് പകൽ ദൈവത്തിൽ ഏൽപ്പിച്ചു കൊടുക്കും, കർത്താവേ എനിക്ക് നിന്റെ പ്രവൃത്തി ചെയ്യാൻ, നിന്റെ പ്രവൃത്തി ചെയ്യാൻ. കൊയ്ത്ത് വളരുണ്ട്, വേലക്കാർ ചുരുക്കമാ. കൊയ്ത്തിലേക്ക് വേലക്കാരെ അയക്കണമെന്ന് പ്രാർത്ഥിച്ച പോരാ, എന്നെ അയക്കണമേ, എൻ്റെ തലമുറയെ അയക്കണമേ, എൻ്റെ കുടുംബത്തിലുള്ളവരെ അയക്കണമേ എന്നുകൂടെ പ്രാർത്ഥിക്കാൻ തയ്യാറായിക്കൂ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ അപ്പോസ്തലന്മാരുടെ കയ്യാൽ ഏറെ അത്ഭുതങ്ങൾ. ഇനി 8-ാം അധ്യായം, ആക്ട്സ് ചാപ്റ്റർ 8:6. ഫിലിപ്പോസ് ചെയ്ത അടയാളങ്ങളെ പുരുഷാരങ്ങൾ കേൾക്കുകയും, ഫിലിപ്പോസ് ചെയ്ത അടയാളങ്ങൾ പുരുഷാരങ്ങൾ കേൾക്കുകയും കാണുകയും ചെയ്യുക. കാണാനും കേൾക്കാനും. അടയാളം നടന്നാൽ കാണാനും കേൾക്കാനുമുണ്ട്. ഫിലിപ്പോസ് ചെയ്ത അടയാളങ്ങളെ കാണുകയും കേൾക്കുകയും ചെയ്തു. ചെയ്യാൻ അവൻ പറയുന്നത് ഏക മനസ്സോടെ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. ആമേൻ. അപ്പൊ ദൈവപ്രവൃത്തി നമ്മിൽ കൂടെ വെളിപ്പെടാൻ തുടങ്ങിയാൽ നമ്മൾ പറയുന്നത് ശ്രദ്ധിക്കാൻ ആളുണ്ടാവുന്നു. സ്തോത്രം. കുറച്ച് ഉണങ്ങിയ വൈക്കോലും പച്ചവെള്ളവും കൊടുത്താലൊന്നും ആരും ശ്രദ്ധിക്കില്ല. മനസ്സിലാകുന്നവർക്കായി സ്തോത്രം. സത്യവചനവും പരിശുദ്ധാത്മാവിന്റെ ശക്തിയും ദൈവിക വിടുതലിന്റെ പ്രവൃത്തികളും വെളിപ്പെടാൻ തുടങ്ങിയാൽ ജനം ശ്രദ്ധിക്കാൻ തുടങ്ങും. ശ്രദ്ധിച്ച ജനം എന്തോ ചെയ്തു? ശ്രദ്ധിച്ചിരുന്നപ്പോൾ ഇതാ അവിടെ ഇരുന്നവരുന്ന അശുദ്ധാത്മാക്കൾ ബാധിച്ചവരുന്ന പലരിൽ നിന്നോ അവ ഉറക്കം നിലവിളിച്ചു വിട്ടുപോയി. പിന്നെ പക്ഷപാതക്കാർ സൗഖ്യമായി, മുടന്തർ സൗഖ്യം പ്രാപിച്ചു. ആമേൻ. ആത്മാക്കളുടെ വിടുതൽ, കെട്ടപ്പെട്ട ജീവിതങ്ങൾ വിടുതൽ, അശുദ്ധാത്മ ബന്ധനത്തിൽ വിടുതൽ, രോഗത്തിലുള്ള സൗഖ്യം അത് വെളിപ്പെട്ടപ്പോൾ പട്ടണത്തിൽ ദൈവിക സന്തോഷം വെളിപ്പെട്ടു. ഇന്ന് പകലും പട്ടണത്തിൽ ദൈവപ്രവൃത്തി വെളിപ്പെടട്ടെ, പട്ടണത്തിൽ ദൈവ സന്തോഷം വെളിപ്പെടട്ടെ. അതിനുവേണ്ടി ഉപയോഗിക്കാൻ ദൈവത്തിന് വ്യക്തികളെ ആവശ്യമുണ്ട്. നമ്മെ ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നു. കർത്താവ് വീര്യപ്രവൃത്തികൾ ചെയ്തു. കർത്താവിൻ്റെ പ്രവൃത്തി ചെയ്യാൻ തൻ്റെ ജനത്തെ ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് വിശുദ്ധിയോടെ വചനത്തിൻ്റെ അംഗീകാരത്തിൽ ദൈവശക്തിയിൽ ദൈവപ്രസാദമായത് ചെയ്ത് അവൻ്റെ ശക്തി ഏറ്റെടുത്ത് കൃപ ഏറ്റെടുത്ത് ഈ കൃപയുടെ ശക്തിയോടെ അനേകരുടെ വിടുതലിന്, ദൈവിക സമാധാനത്തിന്, ദൈവിക സന്തോഷത്തിന് നമ്മെ ഉപയോഗിപ്പാൻ ദൈവം ആഗ്രഹിക്കുന്നു. എത്ര പേർക്ക് ആഗ്രഹമുണ്ട്?
പ്രൈസ് ദി ലോർഡ്. ഞാൻ എൻ്റെ വാക്കുകൂടെ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുക. ഒരുപാട് മേഖലയ്ക്ക് ഇറങ്ങാനുണ്ടെങ്കിൽ ഞാൻ ഇപ്പോൾ തൽക്കാലം നിർത്തുക. അല്പസമയം പ്രാർത്ഥിക്കാൻ വേണ്ടി ആഗ്രഹിക്കുക. സ്തോത്രം. നാം കേട്ട വചനം നമ്മുടെ കർത്താവ് പ്രവർത്തിച്ച പ്രവൃത്തി. ഒലിമയുടെ ഇറക്കമിറങ്ങി വരുമ്പോൾ അവൻ ചെയ്ത വീര്യപ്രവൃത്തികളെ കണ്ട ശിക്ഷകണം ദൈവത്തെ വാഴ്ത്തി. ദൈവത്തിൻ്റെ പ്രവൃത്തികൾ, അത്ഭുത പ്രവൃത്തികൾ, വീര്യപ്രവൃത്തികൾ ഇന്നും നിവർത്തിക്കപ്പെടുന്നു. അനേകർ ദൈവത്തിന് മഹത്വം കൊടുക്കട്ടെ. അനേകർ കർത്താവിനെ ആരാധിക്കട്ടെ. അനേകർ സത്യത്തിലേക്ക് വരട്ടെ. കാണാതെ പോയത് വിടുവിക്കപ്പെടട്ടെ. സത്യവചനപ്രകാരം ചിലത് ഏൽപ്പിക്കപ്പെട്ടിട്ട് അവിശ്വസ്തരായവർ വിശ്വസ്തരായി മടങ്ങി വരട്ടെ. കർത്താവിൻ്റെ പ്രവൃത്തിയിൽ അവനെ ശരിയായി അറിയേണ്ടതിൽ അറിഞ്ഞ് അവൻ്റെ പ്രവൃത്തിയിൽ ശക്തരായ അനേകർ പുറത്തു വരാൻ ദൈവം ആഗ്രഹിക്കുക. എതിർപ്പുള്ള മേഖലകളിൽ, എതിർപ്പുള്ള മണ്ഡലങ്ങളിൽ കർത്താവിൻ്റെ പ്രവൃത്തി വെളിപ്പെടുത്തി അനേക കെട്ടപ്പെട്ട ജീവിതങ്ങളെ, ബന്ധിക്കപ്പെട്ട ജീവിതങ്ങളെ പാപത്തിൻ്റെ അടിമത്വത്തിൽ, ശാപത്തിൻ്റെ അടിമത്വത്തിൽ, അന്യാരാധന അടിമത്വത്തിൽ, പൈശാചി അടിമത്വത്തിൽ, രോഗത്തിൻ്റെ അടിമത്വത്തിൽ, ബലഹീൻ്റെ അടിമത്വത്തിൽ, ഭീരുത്വത്തിൻ്റെ അടിമത്വത്തിൽ, ശത്രുവിൻ്റെ അടിമത്വത്തിൽ അവിടെ നിന്ന് വിടുവിച്ച് കർത്താവ് വാഹനമേറുന്ന, കർത്താവിൻ്റെ മഹത്വം വെളിപ്പെടുന്ന, കർത്താവിൻ്റെ അംഗീകാരം വെളിപ്പെടുന്ന ആത്മാക്കളുടെ വിടുതൽ തെളിയുവാൻ ഒരുമിച്ച് കരമുയർത്തി സ്തോത്രം ചെയ്യാം. നമ്മുടെ കർത്താവ് മടങ്ങി വരാറായി. യേശു മടങ്ങി വരാറായി. യേശു വരുന്നത് തൻ്റെ വിശുദ്ധരെ ചേർക്കാനാണ്, തൻ്റെ ഭക്തരെ ചേർക്കാനാണ്. യേശു വരുമ്പോൾ അവനോടുകൂടെ അവനെ എതിരേൽപ്പാൻ എടുക്കപ്പെടേണ്ടതിന് 1 കൊരിന്ത്യർ 1-ാം എഴുതിയിരിക്കുക, ഇങ്ങനെ ഒരു കൃപാവരത്തിലും കുറവില്ലാത്തവരായി യേശു ക്രിസ്തുവിൻ്റെ പ്രത്യക്ഷത കാത്തിരിക്കുന്നു. കർത്താവിൻ്റെ മടങ്ങിനു വേണ്ടി ഒരുക്കത്തോടെ, വിശുദ്ധിയോടെ, കൃപയോടെ, കൃപാവരങ്ങളോടെ, ദൈവകൃപയോടെ ആ കർത്താവിനെ എതിരേൽപ്പാൻ ഒരുങ്ങാം. എല്ലാവരും ദൈവത്തിന് എഴുന്നേൽക്കാം. എല്ലാവരും എഴുന്നേൽക്കാം. എല്ലാവരും ദൈവത്തിന് എഴുന്നേൽക്കാം. പ്രൈസ് ദി ലോർഡ്. കേട്ട വചനങ്ങളെ ഏറ്റെടുക്കാം. ഇന്ന് പകൽ വചനം കേട്ടു, സന്ദേശം കേട്ടു. അതിനകത്തുള്ള ദൂതുകൾ ദൈവാത്മാവ് ഇടപെട്ടു. ആ സന്ദേശത്തിനകത്ത്, വെളിപ്പെട്ട വചനത്തിൻ്റെ അകത്ത് പാപത്തെക്കുറിച്ച് ബോധ്യം പരിശുദ്ധാത്മാവ് തന്നെങ്കിൽ, ദൈവഹിതമല്ലാത്ത, ദൈവപ്രസാദമല്ലാത്ത പാപത്തിൻ്റെ അടിമത്വത്തിൽ മുറുകെ പറ്റുന്ന പാപങ്ങളായും പാപത്തിൻ്റെ അടിമത്വമായും ജീവിക്കുന്ന അവസ്ഥയിൽ നിന്ന് ഏൽപ്പിച്ച ഉത്തരവാദിത്തം ചെയ്യാത്ത അവിശ്വസ്തയുടെ അനുഭവം ഉണ്ടെങ്കിൽ, കർത്താവ് പറഞ്ഞിട്ടും പുറപ്പെടാൻ കഴിയാതെ, ദൈവപ്രവൃത്തി ചെയ്യാൻ കഴിയാതെ ഇന്നും മത്സരബുദ്ധിയോടെ ഇരിക്കുന്നെങ്കിൽ ഏറ്റുപറഞ്ഞുപേക്ഷിക്കാൻ, ഒരുക്കപ്പെടാൻ തയ്യാറാകട്ടെ. പ്രൈസ്. ഈ പകൽ കേട്ട വചനത്തിനു മുമ്പിൽ കർത്താവിൻ്റെ വചനപ്രകാരം മാനസാന്തരപ്പെടേണ്ടവർ മാനസാന്തരപ്പെടാൻ, സ്നാനപ്പെടേണ്ടവർ സ്നാനപ്പെടാൻ, ആത്മശക്തി പ്രാപിക്കേണ്ടവർ ആത്മശക്തി പ്രാപിക്കുവാൻ, ദൈവിക വിടുതൽ പ്രാപിച്ച് കർത്താവിന് വേണ്ടി അവൻ്റെ നാമത്തിനുവേണ്ടി ഉപയോഗപ്പെടാൻ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുക. എല്ലാ കണ്ണുമടയ്ക്കാം. ഇതുവരെ യേശുവിനായി ഹൃദയം സമർപ്പിക്കാൻ കഴിഞ്ഞില്ല. എൻ്റെ ജീവിതം പാപത്തിലാണ്. യേശു എൻ്റെ രക്ഷിതാവാണ്, വലിയ ദൈവമാണ്. ആ യേശുവിനെ ഹൃദയത്തിൽ അംഗീകരിച്ച് പാപക്ഷമ പ്രാപിച്ച് യേശുവിനായി ജീവിക്കാൻ ഞാൻ സമർപ്പിക്കുന്നു. അങ്ങനെ സമർപ്പണമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ കരം ഉയർത്തിപ്പിടിച്ചാൽ അവർക്ക് വേണ്ടി ഒരു നിമിഷം പ്രാർത്ഥിപ്പാൻ ആഗ്രഹിക്കുകയാണ്. യേശുവാണ് രക്ഷിതാവ്. പാപമേറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് യേശുവിനെ രക്ഷകനായി സ്വീകരിപ്പാൻ ആഗ്രഹിക്കുന്ന കരങ്ങൾ ഉയർത്തിപ്പിടിച്ചാൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. യേശുവിനെ രക്ഷകനായി സ്വീകരിച്ചു, ഇതുവരെ സ്നാനപ്പെടാൻ കഴിഞ്ഞില്ല. സ്നാനം സത്യമാണ്. കർത്താവിനോട് ചേരാൻ യേശു കാണിച്ച മാതൃക, കർത്താവിൻ്റെ ദൈവത്തിൻ്റെ കൽപ്പന, അപ്പോസ്തല ഉപദേശം, സഭയുടെ നടപടി, ആ ദൈവിക വ്യവസ്ഥ പാലിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ ആ കരം ഉയർത്തിപ്പിടിച്ചാൽ അവർക്ക് വേണ്ടി ഒരു വാക്ക് പ്രാർത്ഥിപ്പാൻ ആഗ്രഹിക്കുകയാണ്. കർത്താവിൻ്റെ കൽപ്പന പ്രമാണിക്കുവാൻ, സ്നാനപ്പെടുവാൻ തീരുമാനമുള്ളവരുണ്ടെങ്കിൽ ആ കരങ്ങൾ ഉയർത്തിപ്പിടിച്ചാൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ
ഇടയായിത്തീരും. കർത്താവ് സഹായിക്കട്ടെ. ദൈവ കൽപ്പന അനുസരിച്ച് ജീവിപ്പടയാകട്ടെ. ഇന്ന് പകൽ ഞാൻ ഇതുവരെ ആത്മസ്നാനം പ്രാപിച്ചില്ല. എനിക്കത് പ്രാപിപ്പാൻ ആഗ്രഹമുണ്ട്. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ആത്മശക്തി, അന്യഭാഷ അടയാളത്തോടെ ദൈവത്തെ ആരാധിപ്പാൻ ഇതുവരെ കഴിഞ്ഞില്ല. എനിക്ക് ആഗ്രഹമുണ്ട്, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അങ്ങനെയുള്ള കരങ്ങൾ ഉയർത്തിപ്പിടിക്കാമോ? അവർക്ക് വേണ്ടി ഒരു നിമിഷം പ്രാർത്ഥിക്കാൻ പോകുകയാണ്. ആത്മസ്നാനം പ്രാപിപ്പാൻ ആഗ്രഹിക്കുന്ന, അന്യഭാഷ ദൈവത്തെ ആരാധിപ്പാൻ കഴിഞ്ഞില്ല, ആത്മസ്നാനം പ്രാപിപ്പാൻ ആഗ്രഹിക്കുന്ന ആ പ്രിയപ്പെട്ട കർത്താവ് അനുഗ്രഹിക്കട്ടെ. അവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പാനിടയായിത്തീരും. ആത്മസ്നാനം പ്രാപിച്ചു, നഷ്ടപ്പെട്ടു പോയി. കൊറോണ കാലഘട്ടം അനേകരെ ആത്മമണ്ഡലം തകർന്നു പോയി. അന്യഭാഷയിൽ ആരാധിച്ച പലരും ഇന്ന് ആത്മാവിൽ ആരാധിപ്പാൻ കഴിയാത്തവരാണ്. ആത്മസ്നാനം നഷ്ടപ്പെട്ടു പോയ ആത്മമണ്ഡലം മടക്കി പ്രാപിപ്പാൻ ആഗ്രഹമുണ്ട്. അങ്ങനെയുള്ളവരുണ്ടെങ്കിൽ അവരെ മുന്നോട്ട് വന്ന് നിന്നാൽ അവർക്ക് വേണ്ടി കരം വെച്ച് പ്രാർത്ഥിപ്പാനിടയാകും. ഇന്ന് പകൽ രോഗിയാണ്, എനിക്കൊരു സൗഖ്യം ആവശ്യമുണ്ട്, ഞാൻ സൗഖ്യം ആഗ്രഹിക്കുന്നു. എൻ്റെ കുടുംബത്തിൽ ചില പ്രശ്നങ്ങളുണ്ട്, എനിക്കൊരു വിടുതൽ ആവശ്യമാണ്, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അങ്ങനെ ആവശ്യബോധമുള്ളവർ, ആഗ്രഹമുള്ളവരുണ്ടെങ്കിൽ അവരെ മുന്നോട്ട് വരണം. അവർക്ക് വേണ്ടി കരം വെച്ച് പ്രാർത്ഥിക്കും. മാനസികമായോ പൈശാചികമായോ അസ്വസ്ഥതകൾ ബാധിച്ചവർ വിടുതൽ ആഗ്രഹിക്കുന്നെങ്കിൽ മുന്നോട്ട് വന്നാൽ അവർക്ക് വേണ്ടി കരം വെച്ച് പ്രാർത്ഥിപ്പാനിടയായിത്തീരും. പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി, ദൈവവേല ഏറ്റവും ശ്രേഷ്ഠമാണ്. കർത്തൃവേലയ്ക്ക് വേണ്ടി ഞാൻ എന്നെ സമർപ്പിക്കുന്നു. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് ആഗ്രഹിക്കുന്നവർ കരം ഉയർത്തിപ്പിടിക്കാമോ? കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ഞാൻ എന്നെ സമർപ്പിക്കുന്നു. കർത്തൃവേല ചെയ്യാൻ ആ ഉയർത്തപ്പെട്ട കരങ്ങളെ കർത്താവ് ആശീർവദിക്കട്ടെ. കർത്താവിൻ്റെ വേല ഭാഗികമായോ പൂർണ്ണമായോ സുവിശേഷത്തിൻ്റെ വ്യാപനം ചെയ്യാൻ കർത്താവ് സഹായിക്കട്ടെ. ഒരു നിമിഷം ഞാൻ പ്രാർത്ഥിക്കാൻ പോകുകയാണ്. അതിനുശേഷം നാം പാടി കർത്താവിനെ ആരാധിക്കാൻ പോകുകയാണ്. ആത്മാവിൽ ആരാധിക്കാൻ ആവശ്യമുള്ളവർ മുന്നോട്ട് വന്നാൽ കരം വെച്ച് പ്രാർത്ഥിക്കും. സ്വർഗപിതാവേ, രക്ഷകനു വേണ്ടി ജീവിതം സമർപ്പിക്കുന്ന, സ്നാനത്തിനായി ജീവിതം സമർപ്പിക്കുന്ന, ആത്മസ്നാനത്തിനായി സമർപ്പിച്ച, കർത്താവിൻ്റെ സന്നിധിയിൽ വിടുതലിന് വേണ്ടി സമർപ്പിച്ച, കർത്തൃവേലയ്ക്ക് വേണ്ടി സമർപ്പിച്ച ഈ പ്രിയപ്പെട്ടവരെ തൃക്കരങ്ങൾ തരുന്നു. അവിടുത്തെ സാന്നിധ്യം ശക്തി പകർന്ന് നിൻ്റെ വിടുതലിൻ്റെ കരം, നിൻ്റെ നന്മ അവർ അനുഭവിപ്പാനിടയാക്കണം. കർത്താവെ, അങ്ങ് വീര്യപ്രവൃത്തികൾ, അത്ഭുതങ്ങൾ, അടയാളങ്ങൾ ചെയ്തു. അത് ചെയ്യാൻ ഈ തലമുറയിൽ ജനത്തെ കണ്ടിരിക്കാൻ, അത് ചെയ്യാൻ അനേകരെ ഒരുക്കണമേ. യേശുവിൻ നാമത്തിൽ ചേർന്ന് പാടി അല്പസമയം കർത്താവിനെ ആരാധിക്കാം. പ്രാർത്ഥിക്കേണ്ട ആരുകൊണ്ട് മുന്നോട്ട് നടക്കൊണ്ട് പ്രാർത്ഥിക്കും. ചേർന്ന് പാടി ആരാധിക്കാം. പ്രൈസ് പ്രൈസ് പ്രൈസ്. ഹല്ലേലൂയ ഹല്ലേലൂയ. ഓ തീ കത്തിക്കായൻ, തീ കത്തിക്കാ സ്വർഗീയ രാജാവേ, തീ കത്തിക്കാ. പണ്ടൊരു കാലത്തിൽ മോശ മുൾപടർപ്പിനുള്ളിൽ കത്തിയോരു, പണ്ടൊരു കാലത്തിൽ മോശ. യെസ്, ചേർന്ന് പാടാം ശക്തിയോടെ. ഓ തീ കത്തിക്കായൻ, തീ സ്വർഗീയ രാജാവേ, തീ കത്തിക്ക. അമ്മൻ തീ കത്തിക്കായ്. യജ്ഞത്തിൻ തീ എന്നിൽ കത്തിക്കണേ, മനസ്സിന് ശുദ്ധിയ നീ. ഓ മഹത്വത്തിൻ തീ എന്നിൽ കൃപ കൃപ. സ്വർഗപിതാവേ, സാന്നിധ്യം വ്യാപരിക്കണം, ശക്തി വ്യാപരിക്കണം. അർത്ഥമനഘടന നിലനിൽക്കുന്ന മേഖലയിൽ നിലനിൽപ്പിനെതിരെ വെല്ലുവിളിക്കുന്ന ഇരുളിന്റെ അധികാരങ്ങളുടെ ഈ പകൽ വിടുതൽ കൽപ്പിക്കുന്നു. അത്യന്ത ശക്തി മേൽ വ്യാപരിക്കപ്പെട്ട ദൈവനാമ മഹത്വം നിൽക്കുവാൻ, ജീവിതത്തിന്റെ പ്രതിസന്ധിയെ അതിജീവിച്ചു ഉണരുവാൻ
യേശുവിന്റെ നാമത്തിൽ വിട്ടുതൽ കൽപ്പിക്കുന്നു. യെസ് 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 യെസ്. വാറബൽ കബർ കബർ റബസിയ ദിരാജ് ചൂടര സത്തര വൈഡല ഹസ്ത പ്രൗഢ ശക്തമേറിയ അഭിഷേകത്താൽ പ്രതിസന്ധിയെ അതിജീവിച്ച് ദൈവത്തിൽ നിലകൊള്ളുക പിതൃപുത്ര അനുഗ്രഹിക്കുന്നു. യെസ് യെസ്. വിടുതൽ 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 വിടുതൽ. യെസ് 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 യെസ്. ചൂടബരദല സത്തൽ കബറബസ് ഹൈഡബരദല ബൗഡൽ കബറദല ബൗഡസ്. സ്വർഗ്ഗ പിതാവിന്റെ സാന്നിധ്യം ശക്തി പകരണം. എന്റെ വിടുതൽ വെളിപ്പെടണം. നെഞ്ചിന്റെ പ്രയാസങ്ങൾ, ജോയത്തിന്റെ വേദനകൾ യേശുവിൻ നാമത്തിൽ അഴിയട്ടെ. ബലഹീനമാക്കുന്ന കെട്ടുകളെ അഴിച്ച് ദൈവശക്തിയിൽ ബലപ്പെടുവാൻ, ആത്മശക്തി ബലപ്പെടുവാൻ, പണ്ടെപ്പോലൊരു നല്ല കാലമെന്ന് പറയാം. കഴിഞ്ഞ കാല അനുഭവം ഓർത്ത് ദുഃഖിക്കുന്ന ദുഃഖത്തിന്റെ മേൽ ഒരു വിടുതൽ വെളിപ്പെടുവാൻ യേശുവിൻ നാമത്തിൽ ജയമെടുക്കുക. യെസ് യെസ് യെസ്. ശക്തി, അത്യന്ത ശക്തി. യെസ് 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 യെസ്. ചൂടൽ കര ധര സിയ ധര അത്തൽ പൗഷവര കവലവസ് അത്തലദല പൗഷവര സത്തരദല. വ്യക്തിത്വങ്ങളെ കുറിച്ചുള്ള ആകുലതകളുടെ നിവൃത്തി വരുത്തി ആദരിക്കുന്ന ദൈവത്തിന് യേശുവിനെ അതിരിട്ട് ജയമെടുക്കുന്നു. യെസ് 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 യെസ്. ഓറവൽ കരദല പൗഷവരവസ് അത്തമനദല പൗഡികത്തരകടകം. സ്വർഗപിതാവേ ശക്തി ശക്തി. പഠനത്തിനെതിരെ, ബുദ്ധിക്കെതിരെ, വാദികളുടെ പോരുകൾ, ചില പ്രത്യേക ഘട്ടങ്ങൾ മൈൻഡ് തിരിച്ചു കളയുന്ന ആ വെല്ലുവിളിയെ ശാസിച്ച യേശുവിൻ നാമത്തിൽ വിടുതൽ കൽപ്പിക്കുക. ദൈവസിവര നിറഞ്ഞു വര നിറഞ്ഞു വര. ബുദ്ധിമുട്ടുകളെ തടുക്കുന്ന പോരുകൾ എട്ടഴിച്ചു വിടുതൽ കൽപ്പിക്കുന്നു. യെസ് യെസ് യെസ്. ശിഖര സത്തജാല തുമന സത്തജാല അർത്തൽ പ്രൗഢ വികാഭാര സത്തർജാല ചുടവൽ കബരവ റബലവ ശത്തല ഭൗഷ സൈന ശീഗൽ ജാത ഹത്തർജാര തുമന. യെസ് 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 യെസ്. ദൈവശക്തി ദൈവശക്തി അത്യന്ത ശക്തി നിറഞ്ഞു വരുന്ന ദൈവം പ്രവർത്തിക്കാൻ ശക്തിയോട് 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 ചൂട റബൽക്കര ദലക്ഷര ബൗഡൽ കബരൽ അർത്ഥ പ്രൗഢ ദീപ ചാദല ഹത്തല ഭക്തല ഭക്തൽ അമര ദിവര സത്തജാല റുകാഭാര ചമ്പര ദിവര സത്തജാല റുകൽകൽ. യെസ് 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 യെസ്. ചൂടബര ദല സത്തര ജഗൽകർ ദൂരജന ദല സത്തർ കബര വസിയാതര ചൂടവൽ കബര ദല ഭൗഷവരവ. അനർത്ഥത്തിനായി വാദികളുടെ പോരുകളുടെ ദൈവപ്രവൃത്തി വെളിപ്പെട്ട് ശക്തി അനുഭവിക്കും. യേശുവിൻ രക്തം അതിരിട്ട് ജയമെടുക്കുക. ചൂടവരദല ഭൗഷവരവ സത്തരദല ദൂരവരദല ഭൗഷൽ കബരല വട്ടല ഹത്തല ബൗഡൽ അമ്പക്കരകാ തിരികാ തികതാ രുക്കാ ഭൗഷാ തീര. യെസ് യെസ് യെസ്. വൈ ചാര ചാര ദൂരജാല റുകാഭാര ഭാര ഭാര ചാര ചാല വൈഷാഭാര സത്തർജാര ദൂര അമ്പല ജൂഡല വട്ടല വട്ടല ബൗഡൽ കബരവ റബല ചീദല വട്ടല വട്ടല ബൗഡാ ദിവന ഷാദാ ദൂര ചൂടഭാര സത്തജാല റൂഢഭാര സൈദജാല ദൂരജാല റുക. നിരന്തരം ബലഹീനമാക്കുന്ന അനർച്ചയുടെ വാദിക്കുന്ന പോരുകൾ എട്ടഴിച്ചു വിടുതൽ കൽപ്പിക്കുക. ചൂടബറ ഭക്ഷല ഹത്തൽ കബര ഘടകം ഓടൽ കബര. ആന്തരിക രോഗം ലെൻസ് സംബന്ധമായി സംബന്ധമായി കെട്ടുകൾ സംബന്ധമായി ശക്തി നഷ്ടപ്പെട്ട ധൈര്യം മടങ്ങി വരട്ടെ മടങ്ങി വരട്ടെ മടങ്ങി വരട്ടെ. ചൂടല ബന്ധന ഭക്തല ഭക്തല ബൗഡൽ കബര. യെസ് 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 യെസ്. വൈഡജാല ദിക്കഭാര സത്തജാല ചൂടക്ഷാദിക റത്തൽ കബര കബര. യെസ് യെസ് യെസ്. അത്യന്ത ശക്തി പ്രായത്തെ കവിയുന്ന ദൈവജ്ഞാനം ശക്തിയുടെ ഭഗവത്തെ തെളിയട്ടെ. യേശുവിനെ അത്തിരിച്ച് ജയമെടുക്കുക. യെസ് 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 യെസ്. ചൂടഭാര സത്തര ശിഖൽ കരദലദല ഭൗഷ പ്രൗഢവനവസ് അത്തമന ഘടകം കുടുംബത്തിന് മേൽ വ്യക്തിത്വങ്ങൾക്ക് മേൽ പ്രതികൂലമായി വാദിക്കുന്ന വെല്ലുവിളിക്ക് മേൽ ദർശന സമാപ്തിയിലേക്ക്
ദർശന സമൃദ്ധിയിലേക്ക് അസ്വസ്ഥമാക്കുന്ന കെട്ടുകള് യേശുവിൻ നാമത്തിൽ അഴിച്ചു വിട്ട് വിടുതൽ കൽപ്പിക്കുന്നു. Name of Jesus. ശക്തി 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 കൂടുതൽ കവരത്താര സത്ത ആന്തരികമായി കൊളുത്തി വലിക്കുന്ന കെട്ടുകളെ അപ്പാരികളെ ഭയത്തിന്റെ വ്യാപാരത്തെ കെട്ടഴിച്ച് യേശുവിൻ നാമത്തിൽ കുടുംബത്തിന്റെ വല്ല വാർത്തഗതിയെ വെട്ടിവച്ച് വിടുതൽ കൽപ്പിക്കുന്നു. ശക്തിപ്പെടട്ടെ. യെസ് 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 അന്യായ കെട്ടുകൾ തയ്യാറട്ടെ. യേശുവിന്റെ നാമത്തിൽ അന്യായ പോരുകള് അസ്വസ്ഥമാക്കുന്ന കെട്ടുകള് ഇടയ്ക്കിടെ തലയ്ക്ക് വിങ്ങലായി ശരീരത്തിൽ വരുതി കെട്ടുന്ന പോരുകള് വാദിക്കുന്ന കെട്ട് അഴിയാൻ 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 യേശുവിൻ നാമത്തിൽ ജാതീയ വ്യാപാരത്തെ അപ്പോറിനെ ശാസിച്ച് സ്വാതന്ത്ര്യത്തിന്റെ ആരാധനയിൽ ശക്തിയിൽ ബലപ്പെടുവാൻ വിടുതൽ 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 ചൂടര ബന്ധന ഹട്ടല ഭക്ഷല ഭട്ടല ബൗഡൻ അപരാധികത ഇന്ന് കണ്ട മിസ്രൈമിന് ഒരു നാൾ കാണിക്കുന്ന വചനം നിവർത്തിയാകട്ടെ. ദൈവശക്തിയാൽ ബലമെച്ചെടുക്കട്ടെ. യെസ് 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 ബാധ ഒഴിഞ്ഞ് സത്യാത്മാവിനാൽ ദൈവശക്തിയാൽ നിറഞ്ഞു വരട്ടെ. ചൂടര ബന്ധന ഹത്തല ഭട്ടല ഭക്ഷല ബൗഡ റുബല അതകാചാര വൈശ്യഭാര സത്തചാല രുക്ക തീരകചാലക രുഷല ഹത്തല ബൗഡൽ ഖബര തിബര. യെസ് 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 ചൂടഭാര സത്തചാല രുക്കഭാല തീരചാല ഏകസമനമായ വെല്ലുവിളി 2 വർഷത്തിന് പിന്നിൽ ബലഹീനമാക്കുവാൻ നെരുക്കുവാൻ പൊരുതിയ കെട്ടുകൾ യേശുവിൻ നാമത്തിൽ വിടുതൽ കൽപ്പിക്കുന്നു. ശക്തിപ്പെടട്ടെ. ആത്മാവിനാൽ ബലമെച്ചെടുത്ത് ഈ തലവൻ സുവിശേഷത്തിന്റെ സാക്ഷ്യത്തിനായി ശക്തിയോടെ നിലകൊള്ളുവാൻ ദൈവകൃപ ജ്വലിക്കുവാൻ ചൂടബല. ശക്തി അത്യന്ത ശക്തി ബാല്യം മുതൽ ഞെരുക്കുന്ന വെല്ലുവിളിയും വളർച്ചയ്ക്കെതിരെ പൊരുന്ന പോരുകളും ശ്വാസത്തോട് പൊരുന്ന പോരുകളും അന്യായ പോരുകൾ ആ കെട്ടിൽ അഴിഞ്ഞു മാറട്ടെ. ഭയത്തിന്റെ പോരെ തരട്ടെ. യേശുവിൻ നാമത്തിൽ ഭാവി ചോദ്യ ചിഹ്നമായ ആ കെട്ടുകളെ അഴിച്ചുവിടുന്നു. ദൈവജ്ഞാനത്തിൽ വർത്തിച്ച് ശക്തിയിൽ വർത്തിച്ച് ദൈവിക ബലത്തിൽ നിലനിൽക്കുവാൻ രക്തം അതിരിട്ട് വാർത്തിരിക്കുന്നു. യെസ് 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 ചൂടര ബന്ധവരക്ഷല ഹത്താർ ബലാ ആദല ജാല ധാര ധാര സൈദ ചാര വൈഷ ദൂരക്ഷാതക റത്തൽ കബര തിവര ചിഗത അർത്ഥല ചൂടല ബന്ധൽ കബര ചിഗത ഇടയ്ക്കിടെ സ്കിന്നിൽ പാടുകൾ പോലെ അസ്വസ്ഥമാക്കുന്ന ബലഹീനമാക്കുന്ന ചൊറിച്ചിൽ പോലെ വാദിക്കുന്ന കെട്ടുകളും ഉടൽക്കര ജയത്തര വൈശ്യമനക ഭവനത്തിൽ ഉടമക്ഷാന 3 തലങ്ങളിൽ പ്രതിസന്ധികൾ വെളിപ്പെട്ട ഉടമ ചില ഭിന്നമാക്കുന്ന ചിതറിക്കുന്ന വെല്ലുവിളിക്കുമേൽ ദൈവപ്രവൃത്തി വെളിപ്പെടുവാൻ ശക്തി വെളിപ്പെടുവാൻ കണ്ണുനീരിന് മാറ്റം വരാൻ ദർശനത്തിന് മാറ്റം വരാൻ യേശുവിൻ നാമത്തിൽ വിടുതൽ കൽപ്പിക്കുക. യെസ് 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 ശക്തി ദൈവശക്തി നിറയട്ടെ. യെസ് 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 വൈശജാല ദൂര സത്തരേദ ഹട്ടജാല ധാര അർത്ഥഭാര
സത്ത ചാല റുഷ ഭാര സത്തർ തീവര സത്തര വൈശല ഹത്തല ബൗഡൽ കബര തിവര. യെസ് യെസ് യെസ്. അധരത്തിന്റെ കെട്ട്, നാവിന്റെ കെട്ട് അഴിയട്ടെ. ശക്തിയോടെ ആരാധിപ്പാൻ വിടുതൽ 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 കൽപ്പിക്കുന്നു. യെസ് യെസ് യെസ്. ഓഷ റക ഭാഷസെ അർബാതിക തിര തിര സത്ത ചുടാ ബര സൈദ റിത്ത ചാല തീര ഹത്തല ചൂടല ഹത്തല ബൗഡൽ കബര തിവര. യെസ് യെസ് യെസ്. ശക്തിയോട് 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 ആത്മ ഉച്ചരിപ്പാൻ നൽകിയതുപോലെ, ആത്മ ഉച്ചരിപ്പാൻ നൽകിയതുപോലെ ചൂടൽ കബര തിവര സത്ത ചാല അർത്തല ചൂടല ഹത്തൽ കബര തിവര ചിഗര. യെസ് 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 യെസ്. രണ്ട് ഘട്ടങ്ങൾ ഓപ്പറേഷൻ വിധേയമാക്കുന്ന വ്യക്തിയെ പോലെ വേത്രയുടെ ആഴത്തിൽ കടന്നുപോയ മണ്ഡലത്തിൽ ഇന്നും അസ്വസ്ഥമാക്കുന്ന ബലഹീനമാക്കുന്ന ആന്തരിക അസ്വസ്ഥയുടെ ആഴങ്ങൾ കെട്ടഴിഞ്ഞ് സ്വാതന്ത്ര്യത്തിന്റെ പൂർണ്ണ വെളിപ്പെടുവാൻ ബാക്ക് പെയിൻ മുഖാന്തരം പലതും ചെയ്തെടുക്കാൻ കഴിയാത്ത ബലഹീന അവസ്ഥയ്ക്കുമേൽ യേശുവിൻ നാമത്തിൽ കെട്ടഴിക്കുന്നു. ദൈവശക്തി വ്യാപരിക്കട്ടെ. ആത്മയുടെ തുറന്നു വരട്ടെ. അർഹതപ്പെട്ട ചില നന്മകൾ കുരുങ്ങി കിടക്കുന്ന മേഖലയിൽ നിന്ന് അതിന്റെ വിടുതൽ സ്വാതന്ത്ര്യം യേശുവിൻ നാമത്തിൽ കൽപ്പിക്കുന്നു. യെസ് യെസ് യെസ്. യെസ് 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 യെസ്. ചൂടൽ കബര തിവര സത്ത ചാല താര അർത്ഥമാന സത്തർ ചാര. മനുഷ്യന്റെ വിധിയല്ല, വൈദ്യശാസ്ത്രത്തിന്റെ വിധിയല്ല, ദൈവശക്തിയുടെ മഹത്വം അനുഭവിച്ചറിഞ്ഞ് കർത്താവ് എനിക്ക് വേണ്ടി ചെയ്തത് വിവരിക്കാമെന്ന് പറയാൻ സാക്ഷിയാക്കി മാറ്റുന്ന ദൈവകരം, ദൈവകരം, ദൈവകരം നിന്റെ ജീവിതത്തിൽ വെളിപ്പെടുകയാണ്. യെസ് യെസ് യെസ്. ചൂടാഭാര സത്ത ചാല റക്കാഭാര ചമ്പല ധീവര സത്തര വൈശൽ കബര തിവര. യേശു രക്തം അതിരിട്ടു വിടുതൽ കൽപ്പിക്കുന്നു. ചവര ജഗത റത്ത ഹട്ട ധീര ചാല അന്തൽക്കാര ധൂപശാര റിക്കമാന അർത്ഥൽ കബര ദിരകക്ഷാര വൈശമാന. നിത്യ രോഗിയെ പോലെ വാദിച്ച മണ്ഡലത്തിൽ ഒട്ട വിടുതൽ വെളിപ്പെട്ട അർത്ഥമന അനുഭവമെങ്കിലും ഇടയ്ക്ക് സ്തംഭനം പോലെ വാദിക്കുന്നതും അടകക്ഷാന രക്തഘടകം സ്വസ്ഥതയോടെ കിടക്കാൻ കഴിയാത്ത ബലഹീനതകൾ ഇന്ന് പകൽ യേശുവിൻ നാമത്തിൽ കെട്ടഴിച്ച രണ്ട് വ്യക്തിത്വത്തോട് ബന്ധപ്പെട്ട ആകുലതയുടെ ചിന്തകളായി ഭാരപ്പെടുമ്പോൾ നിർണയമായ വഴിത്തിരിവുകൾക്ക് വേണ്ടി ഇറങ്ങി നിൽക്കുന്ന സ്ഥാനത്ത് ദൈവശക്തി വ്യാപരിക്കട്ടെ. യേശുവിൻ നാമത്തിൽ വിടുതൽ കൽപ്പിക്കുക, വിടുതൽ കൽപ്പിക്കുക, വിടുതൽ കൽപ്പിക്കുക. ചൂടർ ഹസ്ത റത്ത ചാല അന്ത ചാല റുഖാഭാര സത്ത. കുടുംബത്തോട് വാദിക്കുന്ന, വ്യക്തിത്വത്തോട് വാദിക്കുന്ന അന്യാരാധന വാർത്തഗതികളെ സ്വസ്ഥത കെടുത്തുന്ന, നന്മകളെ മുടക്കി കളയുന്ന ഉടവയ്ക്കാതെ കെട്ടുകൾ യേശുവിൻ നാമത്തിൽ അഴിച്ചുവിടുക, അഴിച്ചുവിടുക. യെസ് യെസ് യെസ്. സ്വാതന്ത്ര്യം, സ്വാതന്ത്ര്യം പ്രാപിച്ചോ, പ്രാപിച്ചോ, പ്രാപിച്ചോ. ചുടര ഹത്ത രഥ ഹട്ട ചാല തുവര അമ്പല ചൂടക്കാതെ കത്ത കടക തുരവര അർബല ധിവരവ സത്തര വേദിയ നിത്തല ഹട്ട അടകം ജഗതം രത്തം കടകം തരക സത്ത ധീര. യെസ് 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 യെസ്. വിട്ടുതലോട്, വിട്ടുതലോട്, സമാധാനത്തോടെ, സന്തോഷത്തോടെ മടങ്ങ. യേശുവിൻ നാമത്തിൽ ഭവനത്തിൽ അത് വ്യക്തമായ ചില അടയാളങ്ങൾ തെളിയ. യേശുവിൻ രക്തം അതിരിട്ടു വിടുതലിക്കുക. യെസ് യെസ് യെസ്. ചൂടൽ കബരവരവന സത്ത ചാല തിവര അന്തരാചല ഭൗഷ്യവലവസി അർത്ഥഘടകം വേദഘട്ടം ഉടത്തന ഭയത്തിന്റെ ആഴങ്ങൾ തകരട്ടെ, ഭയത്തിന്റെ ആഴങ്ങൾ തകരട്ടെ. നിലനിർത്തിയിൽ നിന്ന് വെല്ലുവിളിക്കുന്നത് ഉടവക്ഷാന സ്ഥാപിത മണ്ഡലത്തിൽ, ഉടവക്ഷാന ഭവന മണ്ഡലത്തിൽ ഉറപ്പോടെ നിർത്തലിൽ വാദിക്കുന്ന വെല്ലുവിളിക്ക് നടുവിൽ നിനക്കെതിരെ പൊരുന്ന പോരുകളെ തകർത്ത് ഉടവക്ഷ അടിസ്ഥാനം ഉറപ്പിച്ച് ഉയർച്ച വരുത്തുന്ന തളിർപ്പെടുന്ന ദൈവപൃഥ്വിയുടെ ആഴങ്ങൾ ഇന്ന് പകൽ വെളിപ്പെടുകയാണ്. യേശുവിൻ നാമത്തിൽ, യേശുവിൻ നാമത്തിൽ, യേശുവിൻ നാമത്തിൽ. ആത്മാവ് പറയുന്നു, 4 വർഷത്തിന് പിന്നിൽ വ്യസനത്തിന്റെ ആഴങ്ങൾ കൂടെ കടന്നുപോയി 1.5 വർഷത്തിന് പിന്നിൽ ഇരുത്തിക്കളയുന്ന, കിടത്തിക്കളയുന്ന മണ്ഡലത്തിൽ നിന്ന് എഴുന്നേൽപ്പിച്ച കരം ഇന്നും ചോദ്യ ചിഹ്നങ്ങളും നിലനിൽപ്പെതിരുള്ള വാർത്തഗതികളും സ്വസ്ഥതയില്ലാതാക്കുന്ന മണ്ഡലങ്ങളും സ്ഥിതി മാറി, സ്ഥിതി മാറി. ദൈവ കരത്തിന്റെ വിടുതൽ സാക്ഷ്യമായി വെളിപ്പെടുക, വെളിപ്പെടുക.
ശക്തി, ശക്തി, ആഴമേറിയ ആത്മശക്തിയുടെ വ്യാപാരം. ഉടവൽ കര തെരാസിയ അർത്ഥമാന രക്തജാല. കരയുന്ന സ്ത്രീയോട് മഞ്ചത്തിന്റെ മുമ്പിൽ ഉടമക്ഷാന വെളിപ്പെട്ടവന്റെ ശബ്ദം ഇനി കരയേണ്ടെന്ന് വെളിപ്പെടുത്തിയെങ്കിൽ നീ കരയുന്നൊരു മണ്ഡലത്തിൽ വ്യക്തിയോട് ബന്ധപ്പെടുന്ന വിഷയത്തിൽ കരച്ചിൽ മാറ്റുന്ന കരം യേശുവിൻ നാമത്തിൽ ചേർമെടുക്കിയോ. ശരജാല ഹസ്തധേര സത്തജാല റൂഡസ് അംബർകാര തുർവ സത്ത റീതജാല. യേശുവിന്റെ നാമത്തിൽ ജയം, ജയം. ചുടവരദലക ശന്തലദല ബൗഡര ബത്തര ഭൗഷബലബസ് ആവൽ കർക്കമന ഘടക സത്തര ഘടകം. സന്ധികളെ കട്ടിയഴയ്ക്കുന്ന ഉടപക്ഷാന ബലഹീനത വരുത്തുന്ന അസ്വസ്ഥമാക്കുന്ന പോരുകളെ കെട്ടഴിച്ച് ബലത്തോടെ നിൽക്കേണ്ടതിന്, സൗഖ്യത്തോടെ നിൽക്കേണ്ടതിന് യേശുവിൻ നാമത്തിൽ വിടുതൽ കൽപ്പിക്കുന്നു. ഓ റകബല ഷത്തലെ ഉടത്തർ പ്രൗഷസ്. രണ്ടുവിധ വിഷയങ്ങളെ ഉരുവിട്ടും കുറിച്ചിട്ടും ഞെരുങ്ങുന്ന ഞെരുക്കത്തിൽ ഉടപക്ഷാത ഘടകം ചേർന്ന് നിൽക്കേണ്ട വ്യക്തിത്വം, അനുഭവങ്ങളെ ഉടപക്ഷ ചിതറിക്കുന്ന, ഭിന്നിപ്പിക്കുന്ന, കാരണം കൂടാതെ വ്യസനം ഉളവാക്കുന്ന വിഷയങ്ങൾക്ക് പരിഹാരം വരുത്തുന്ന കരം യേശുവിൻ നാമത്തിൽ വിടുതൽ കൽപ്പിക്കുന്നു. യെസ്, name of Jesus. ഓറബല ഷത്തലെ റൗഷ്മന അസ്തമനരഗത്തുന ഘടകസ് വൈഷ് അന്തൽക്കരാതലക ശത്തനം. യേശുവിന് അധികാരമുള്ള നാമത്തിൽ ഉടത്തന 22 വർഷത്തിന് പിന്നിൽ ഉടന്തല ശ്രേഷ്ഠതയുടെ നന്മകൾ വെളിപ്പെട്ട വ്യക്തിയെങ്കിലും അർത്ഥമൽക്കന ജഗതിനെ 16 വർഷത്തിന് പിന്നിൽ ഉടപക്ഷാന അടർന്നു പോകുന്നത് പോലെ ജീവിതത്തിൽ പ്രതിസന്ധികളും നഷ്ടങ്ങളും 8 വർഷത്തിന് പിന്നിൽ പ്രാണഭയത്തിലാകുന്ന, മനോബദ്ധയിലാകുന്ന അനുഭവങ്ങളുടെ ആഴത്തിൽ കൂടെ കടന്നുപോയി ഉടപക്ഷ നിൽക്കേണ്ടിടത്ത് നിൽക്കാൻ കഴിയാതെയും ഉടപക്ഷ 3 തലങ്ങളിൽ മാറി മാറി ജീവിതത്തിൽ വ്യത്യസ്ത തലങ്ങളിലേക്ക് എത്തപ്പെട്ടു എങ്കിലും വ്യക്തമായ സ്വസ്ഥയുടെ ആഴം കാണാൻ കഴിയാതെ 2.25 വർഷത്തിന് പിന്നിൽ ഉടപക്ഷാത ഘടകം ചിലരുടെ വാക്കുകൾക്ക് മുന്നിൽ ഉടന്തരാ ചികതെ മുന്നോട്ട് വെച്ച സ്റ്റെപ്പുകളെങ്കിലും ഇന്നും വ്യക്തമായൊരു സ്വാതന്ത്ര്യം, സമാധാനം വെളിപ്പെടാൻ കഴിയാതെയും അർഹതപ്പെട്ട നന്മ അന്യപ്പെട്ടു എന്ന ചിന്തയിൽ മനോബദ്ധയും ഉടപക്ഷ അർഹതപ്പെട്ടത് വഴിമുട്ടി നിൽക്കുമ്പോൾ അതിൻ്റെ മേൽ ഇടപെടുന്നൊരു കരം വ്യക്തമായി വെളിപ്പെട്ടിട്ട് ഉടപക്ഷാന നഷ്ടം നികത്തി പ്രതിസന്ധി മാറ്റി നിന്നെ ദൈവകരത്തിൻ്റെ പ്രവൃത്തി തെളിയിച്ച് ആദരിക്കുന്ന നാളുകൾ വിദൂരമല്ല. ഉണർന്ന് പ്രാർത്ഥനയെ പോരാടട്ടെ. മനോവ്യസനവും ഉടപക്ഷാന രഗത്തന ഘടകം അർത്ഥന നഷ്ടബോധവും അർത്ഥപ്രൗഢ ബലഹീനമാക്കിയ മണ്ഡലങ്ങളിൽ നിന്ന് ഉദ്ധരിച്ച് ഉണർത്തും, ദൈവപ്രവൃത്തി വെളിപ്പെടുത്തും. ഉടന്തല ചുറ്റുവട്ടങ്ങൾ ചോദ്യചിഹ്നം ഉയർത്തി നിന്ദിക്കുമ്പോൾ അതിൻ്റെ നടുവിൽ എൻ്റെ ദയ നിനക്കായി വെളിപ്പെടും. യേശു രക്തം അതിരിട്ട് സകല അന്യായ പോരുകളെയും മനോപീഡയുടെ ആഴത്തിൽ വാദിക്കുന്ന കെട്ടുകളെയും സ്വർഗത്തിനും ഭൂമിക്കുന്നതിനും യേശുവിൻ അധികാരമുള്ള നാമത്തിൽ ശാസിച്ചു വിടുതൽ കൽപ്പിക്കുന്നു. പിതൃപുത്രശ അനുഗ്രഹിക്കും യേശുവിൻ നാമത്തിൽ. ആമേൻ. കരമുയർത്തി സ്തോത്രം ചെയ്യാം. ശക്തിയോടെ, അത്യുച്ചത്തിൽ, ഗംഭീര ധ്വനിയോടെ വീര്യപ്രവൃത്തികളെ ചെയ്യുന്ന കർത്താവ്, വലിയവനായ കർത്താവ് നമ്മിൽ കൂടെ ചിലത് ചെയ്യിക്കാൻ ആഗ്രഹിക്കും. ഒരുങ്ങാം, വിശുദ്ധീകരിക്കാം. ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും വന്ദനം. എല്ലാവർക്കും ഇരിക്കാം. കർത്താവ് അനുഗ്രഹിക്കും. പ്രൈസ് ദി ലോർഡ്. കർത്താവ് തൻ്റെ അഭിഷിക്തനെ ശക്തമായി ദൈവത്തിൻ്റെ കരങ്ങളിൽ ഉപയോഗിക്കുകയായിരുന്നല്ലോ. ഹല്ലേലൂയ. ആമേൻ, ആമേൻ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. കാണാതെ പോയതിനെ മടക്കി വരുത്തണമെന്ന് ഹല്ലേലൂയ ആരംഭത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഹല്ലേലൂയ നമ്മോട് സംസാരിച്ചല്ലോ. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. പാപബോധം ഹല്ലേലൂയ നമുക്കുള്ളവരായി തീരണം. നാം ഓരോരുത്തരും ഹല്ലേലൂയ നമ്മിൽ പാപബോധം വെളിപ്പെടണം.
പാപബോധം വരണമെങ്കിൽ മാത്രമേ ഹല്ലേലൂയ പാപത്തിൽ നിന്ന് പുറത്ത് വന്നാൽ മാത്രമേ നമുക്ക് ഹല്ലേലൂയ നിത്യജീവൻ പ്രാപിക്കാൻ പറ്റുള്ളൂ, സ്വർഗത്തിൽ കടക്കാൻ പറ്റുള്ളൂ എന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ശക്തമായി നമ്മോട് ഇടപെട്ടല്ലോ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത് കർത്താവിന് വേണ്ടി പോകുവാനാണ്. ഹല്ലേലൂയ എന്ന് പിന്നെയും ദൈവത്തിൻ്റെ ശബ്ദം, വിമോചനമായ ദൈവശബ്ദം നമ്മോട് ഇടപെട്ടല്ലോ. ചെന്നായ്ക്കട നടുവിലേക്കാണ് തീ മായ്ക്കുന്നത് എങ്കിലും ഹല്ലേലൂയ അല്ലെ നമ്മോട് കൂടെ ഇരിക്കുന്ന ദൈവം നമ്മോടുകൂടെ ഉണ്ടെന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ശക്തമായി കേൾപ്പിച്ചല്ലോ. ഹല്ലേലൂയ ഹല്ലേലൂയ. കെട്ടപ്പെട്ട് കിടക്കുന്ന അനേക കഴുതകൾ ഉള്ളപ്പോൾ ഹല്ലേലൂയ ഹല്ലേലൂയ അഴിച്ചുകൊണ്ട് വരുവാൻ അധികാരവും ശക്തിയും പ്രാപിച്ച് കടന്നു പോകണമെന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മോട് ശക്തമായി ഇടപെട്ടെങ്കിൽ ഹല്ലേലൂയ നമുക്ക് ഹല്ലേലൂയ ആ ശക്തി ഒന്ന് പ്രാപിച്ചെടുക്കുവാൻ ഹല്ലേലൂയ കെട്ടപ്പെട്ട് കിടക്കുന്ന കഴുതകളെ ഹല്ലേലൂയ അഴിച്ചുകൊണ്ട് കർത്താവിന് വേണ്ടി കർത്താവിന് വാഹന മൃഗമേറുവാൻ തക്കവണ്ണം ഹല്ലേലൂയ കൊണ്ടുവരുവാനുള്ള അധികാരവും ശക്തിയും ഹല്ലേലൂയ ദൈവം നമ്മുടെ മേൽ പകരേണ്ടതിന് നമുക്ക് ദൈവസന്നിധിയിൽ പൂർണ്ണമായി സമർപ്പിച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാമല്ലോ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. അഴിച്ചു കൊണ്ടുവരണമെങ്കിൽ ജീവിതങ്ങളെ വിടുവിച്ചു കൊണ്ടുവരണമെങ്കിൽ, ജീവിതങ്ങളെ നേടിയെടുക്കണമെങ്കിൽ നാം ആത്മഭാരമുള്ളവരായി തീരണമെന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ശക്തമായി ഇടപെട്ടല്ലോ. പലപ്പോഴും നമ്മളെ പറ്റിയുള്ള ഭാരങ്ങളൊക്കെ അല്ലെങ്കിൽ പല കാര്യങ്ങളും ഭാരപ്പെടുമ്പോൾ അവയെ ഓർത്ത് അല്ലെങ്കിൽ നാളെ ഓർത്ത് ഭാരപ്പെടേണ്ടെന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഓർമ്മിപ്പിക്കുമ്പോഴും നാം ആത്മഭാരമുള്ളവരായി തീരണം. ആത്മാക്കളെ വേണ്ടി ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കണം, അവർക്ക് വേണ്ടി പോകണം എന്നൊക്കെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ശക്തമായി ഇന്ന് നമ്മോട് ഇടപെട്ടുകൊണ്ടിരുന്നത് കൊണ്ട് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം, സ്തോത്രം ചെയ്യാം, നമുക്ക് അവ ഏറ്റെടുക്കാം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. നമ്മുടെ കർത്താവായ യഹോവയെ പോലെ വലിയവൻ ആരുമില്ല. കർത്താവായ യഹോവേ നീ വലിയവൻ, ഹല്ലേലൂയ, നിന്നെ പോലെ ഒരുത്തനുമില്ല. ഹല്ലേലൂയ. അങ്ങനെ ഒരു മഹാനും അതിഭയങ്കരനുമായ ഒരു ദൈവം, ഹല്ലേലൂയ ഹല്ലേലൂയ, അവരെ പോലെ ഒരുത്തനുമില്ലല്ലോ. ആ ഒരു കർത്താവിനെ യഹോവയായ ദൈവത്തെ ഹല്ലേലൂയ ദൈവത്തെ വാസ്തവമായി നാം സേവിക്കാം. അവന് ഇഷ്ടമുള്ള അവൻ്റെ പ്രവൃത്തിയായി അവൻ്റെ വചനം അനുസരിക്കണമെന്നുള്ള ദൈവത്തിൻ്റെ ശബ്ദം നമുക്ക് ഏറ്റെടുക്കാം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. അവൻ കൈപ്പണിയായതിൽ ഹല്ലേലൂയ അവൻ വസിക്കുന്നില്ലല്ലോ. ഹല്ലേലൂയ സ്തോത്രം. അവൻ കൃപയും ശക്തിയും നിറഞ്ഞ ദൈവമാണല്ലോ. ഹല്ലേലൂയ ഹല്ലേലൂയ. ആമേൻ. ആ ശക്തി പകരപ്പെടേണ്ടത് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ഫിലിപ്പോസിന് മേൽ ദൈവശക്തി പ്രാപിച്ചപ്പോൾ ഹല്ലേലൂയ ഹല്ലേലൂയ സ്തെഫാനോസിന്റെ മേൽ ദൈവശക്തി ഇറങ്ങി വന്നപ്പോൾ കർത്താവിന് വേണ്ടി ഹല്ലേലൂയ ശക്തമായ ആയുധങ്ങളായി അവർ മാറിയതുപോലെ ഈ ഉപവാസ പ്രാർത്ഥനയിൽ നമ്മൾ ഓരോരുത്തരും ഹല്ലേലൂയ ശക്തി പ്രാപിച്ചു കർത്താവിന് വേണ്ടി കർത്താവിൻ്റെ മൈറ്റി വെപ്പൺസായി മാറുവാൻ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ഒരു കൃപാവരത്തിനും കുറവില്ലാത്തവരായി ഹല്ലേലൂയ നാം ഈ ദിവസങ്ങളിൽ യേശു ക്രിസ്തുവിനെ പ്രത്യക്ഷയെ കാത്തിരിക്കുന്നവരായി നാം തീരണമെന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ കേൾപ്പിച്ചുവെങ്കിൽ ദൈവദാസനോട് കേൾപ്പിച്ച ദൂതുകൾ ഹല്ലേലൂയ മോക്ഷമായി നമുക്ക് ഈ സമയങ്ങളിൽ ഹല്ലേലൂയ ദൈവസന്നിധിയിൽ ഏറ്റെടുക്കാം. റിബനാഹംദര ഉദരാദകനേ ഋഗജാരിബജാ ഹപ്തലാരിഗജാരിബജാലബരാദരാദരാജലം ീകക്ഷപരാധരാജല അതരരാജപനാദരാജല റീകക്ഷപാലഹംദലേ രിഗജാലപാലഹംദലേ രിഗക്ഷപാലപരാധരാജലാധര റീബലപരാധരാജല ദീകക്ഷപരാധരാജല. ഗ്ലോറി ഹല്ലേലൂയ. എല്ലാവരും സ്തോത്രത്തിൽ ജാഗരിച്ചു പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ കർത്താവിൻ്റെ വിലയേറിയ ദാസൻ ഹല്ലേലൂയ മധു പാസ്റ്റർ മുന്നോട്ട് കടന്നു വന്ന ഹല്ലേലൂയ ഹല്ലേലൂയ പ്രാർത്ഥിച്ച് ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ്. ഇന്നത്തെ സെക്ഷൻ ഇവിടെ അവസാനിപ്പിക്കുന്നതാണ്. ഗ്ലോറി ടു ലോർഡ്. ഹല്ലേലൂയ ഹല്ലേലൂയ. ഞങ്ങളെ അളകൂടാതെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, ഇന്ന് പകൽക്കാലം കർത്താവെ ഞങ്ങൾക്ക് ഈ നിലയിൽ കൂടി വരുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ ഒരുക്കിയ നല്ല അവസരത്തിനായിട്ട് കർത്താവെ ദൈവത്തെ സ്തുതിക്കുകയും സ്തോത്രം ചെയ്യുകയും ചെയ്യുന്നു. കർത്താവെ കർത്താവിൻ്റെ ദാസനിൽ കൂടി കർത്താവെ ഇന്ന് ഞങ്ങൾക്ക് നൽകിയ നല്ല സന്ദേശത്തിനായി, ആത്മീയ സന്ദേശത്തിനായി കർത്താവെ ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവെ ഈ ദിവസങ്ങൾ ഹല്ലേലൂയ ദൈവിക വിശുദ്ധി കാത്ത് ഹല്ലേലൂയ പാപബോധത്തെക്കുറിച്ചുള്ള പാപത്തെക്കുറിച്ച് ബോധമുള്ളവരായി ഹല്ലേലൂയ സ്തോത്രം നിലനിൽപ്പാൻ തക്കവണ്ണം കർത്താവെ ദൈവം ഞങ്ങളെ
പിന്നെ ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ വീര്യപ്രവൃത്തികളെ, അത്ഭുതങ്ങളെക്കുറിച്ച്, അടയാളങ്ങളെക്കുറിച്ചൊക്കെ ഹല്ലേലൂയ കേൾക്കുവാൻ തക്കവണ്ണം ഇന്ന് ഹല്ലേലൂയ പകൽക്കാലം ഇടയായല്ലോ. കർത്താവെ സ്തുതിക്കുന്നു. അത് ഞങ്ങളിൽ കൂടിയും ചെയ്തെടുക്കുവാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഹല്ലേലൂയ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ കാണാതായവരെ അതെ മടക്കിക്കൊണ്ടുവരുന്ന സ്വർഗത്തിലെ ദൈവം, ഹല്ലേലൂയ പാപബോധം അത് ഉളവാക്കുന്ന സ്വർഗത്തിലെ ദൈവം, ഹല്ലേലൂയ സ്തോത്രം സ്തോത്രം. ദൈവത്തിൽ കൂടി ഹല്ലേലൂയ വലിയ പ്രവൃത്തികൾ ചെയ്യുവാൻ തക്കവണ്ണം കർത്താവ് ഈ ദിവസങ്ങൾ ഞങ്ങളെ ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവകൃപയുടെ വചനത്തിൽ ബലപ്പെടുവാൻ, ശക്തിപ്പെടുവാൻ കർത്താവ് ആത്മശക്തിയോടെ, ആത്മനിയോഗത്തോടെ കർത്താവിന് വേണ്ടി ഹല്ലേലൂയ ശുശ്രൂഷ ചെയ്യുവാൻ തക്കവണ്ണം കർത്താവ് വ്യക്തികളായി, സഭയായി, കുടുംബമായി ഹല്ലേലൂയ ഞങ്ങളെ പിന്നെ ഒരുക്കുന്ന ദിവസങ്ങളാക്കി തീർക്കുമാറാകണമെന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, കർത്താവിൻ്റെ ദാസൻ കൂടി വിലപ്പെട്ട ആലോചനകൾ കർത്താവെ ഞങ്ങൾക്ക് തന്നുവല്ലോ. ഈ ഉപവാസം വ്യക്തിപരമായും കുടുംബപരമായും ദേശപരമായും സഭാപരമായും എല്ലാം വലിയ അനുഗ്രഹത്തിനും വിടുതലിനും ദൈവം കാരണമാക്കി തീർക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ സ്തോത്രം 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 സ്തോത്രം. അനേക ഹല്ലേലൂയ കെട്ടുകൾ അഴിയുന്ന, ഹല്ലേലൂയ സ്തോത്രം സ്തോത്രം. അനേക രോഗികൾ സൗഖ്യമാകുന്ന, ഹല്ലേലൂയ സ്തുതിക്കുന്നു. ആത്മസ്നാനം പ്രാപിക്കുന്ന, ഹല്ലേലൂയ ഹല്ലേലൂയ പാപത്തെ വിട്ടൊഴിഞ്ഞ് ഹല്ലേലൂയ സ്തോത്ര ദൈവത്തിന് വേണ്ടി ജീവിതങ്ങൾ അതെ സമർപ്പിക്കപ്പെടുന്ന ഒരു പകൽക്കാലമാക്കി ഇന്നത്തെ പകൽക്കാലത്തെ ദൈവം തീർക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഞങ്ങൾ പിന്നെയും കേട്ടുവല്ലോ, കർത്താവിൻ്റെ വരവ് വളരെ അടുത്തു. ലോക സംഭവങ്ങൾ വിളിച്ചറിയിക്കുന്നു കർത്താവിൻ്റെ വരവ് വളരെ അടുത്തു എന്ന്. ഈ ദിവസങ്ങളിൽ അനേകരെ വിശുദ്ധിക്കായി നിൽക്കുവാനും അനേകരെ ഒരുക്കുവാനും ഒരുങ്ങുവാനും കർത്താവെ ഞങ്ങളെ പിന്നെയും ദൈവം സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ദൈവകരങ്ങളിൽ ഞങ്ങളെ തന്നെ സമ്പൂർണ്ണമായി സമർപ്പിക്കുന്നു. രാത്രികാലത്ത് മീറ്റിങ്ങും വലിയ അനുഗ്രഹത്തിന് വിടുതലിനെ ദൈവം കാരണമാക്കി തീർക്കും. ജീവിതങ്ങളെ കൂട്ടിക്കൊണ്ടുവരും. ഹല്ലേലൂയ ദൈവകൃപയിലെ ദൈവവചനത്തിലും പിന്നെയും ബലപ്പെടുവാനും ശക്തിപ്പെടുവാനും കർത്താവെ ദൈവം ഞങ്ങളെ സഹായിക്കണം. ഇന്ന് പകൽക്കാലം ദൈവിക വിടുതൽ കർത്താവിന്റെ ദാസൻ കൂടി ചെയ്തുവല്ലോ. ഇന്ന് രാത്രിയും ദൈവിക വിടുതൽ അനുഭവിപ്പാൻ ഹല്ലേലൂയ സ്തോത്ര സ്തോത്ര ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഞങ്ങളെ എല്ലാം ഇടയാക്കിക്കൊള്ളുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ദൈവകരങ്ങളിൽ ഞങ്ങളെ തന്നെ സമ്പൂർണ്ണമായി സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. കർത്താവ് പ്രാർത്ഥന അതിനെ കേട്ടിരിക്കാൻ സ്തോത്രം. ഞങ്ങൾക്ക് ജീവൻ പിടിഞ്ഞ യേശു ക്രിസ്തു തന്നെയുള്ള നാമത്തിൽ തന്നെ ആമേൻ. സ്തോത്രം സ്തോത്രം സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവ് ഹല്ലേലൂയ നമ്മുടെ പ്രാർത്ഥന യാചന കേട്ടല്ലോ. സ്തോത്രം ചെയ്യുന്നു. ഇന്ന് കടന്നു വന്ന് അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷ നിവർത്തിച്ച ദൈവദാസനോടുള്ള നന്ദി അറിയിക്കുന്നു. വൈകുന്നേരവും ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ് 7 മണിക്ക് കൃത്യം 7 മണിക്ക് തന്നെ പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ വൈകുന്നേരത്തെ ശുശ്രൂഷ ഹല്ലേലൂയ ആരംഭിക്കുന്നതാണ്. ദൈവത്തിൻ്റെ ദാസൻ പരിശുദ്ധമായി പാസ്റ്റർ തന്നെ ശുശ്രൂഷിക്കുന്നതാണ്. എല്ലാവരും കൃത്യസമയത്തിന് കടന്നു വരണം. മറ്റുള്ളവരെയൊക്കെ കൂട്ടിക്കൊണ്ട് ഈ മീറ്റിങ്ങിലേക്ക് കടന്നു വരണമെന്ന് ദൈവനാമത്തിൽ അഭ്യർത്ഥിക്കുന്നു. ദൈവമായ കർത്താവ് നമ്മെ ഇവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.